അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത്രയും ദിവസം വരെ നമ്മൾ പഠിച്ചിരിക്കുന്നത് ഒരു ജാതകം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ സൂര്യൻ നിൽക്കുന്നതാണ് ആ കുട്ടി ജനിച്ച മാസം. ഇപ്പോൾ നിൽക്കുന്നത് സൂര്യൻ വൃശ്ചികത്തിലാണ്. വൃശ്ചിക മാസത്തിലാണ് ഇപ്പം ജനിക്കുന്ന കുട്ടികൾ ജനിക്കുന്നത് സൂര്യൻ വൃശ്ചികത്തിലാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ധനുവിലെ മാസമാണെങ്കിൽ സൂര്യനെ നമ്മൾ ധനുവിലേക്ക് മാർക്ക് ചെയ്യുന്നു. അപ്പോൾ ഏത് മാസമാണോ കുട്ടി ജനിച്ചിരിക്കുന്നത് രാശിചക്രത്തിൽ ആ രാശിയിലാണ് നമ്മൾ സൂര്യൻ നിന്ന് മാർക്ക് ചെയ്തത്. പിന്നെ ഏത് കൂറിലാണോ ജനിച്ചിരിക്കുന്നത് അതിൽ നമ്മൾ ചന്ദ്രൻ വെച്ച് മാർക്ക് ചെയ്യുന്നു. പിന്നെ ആ ദിവസം ഏത് സമയത്ത് ജനിച്ചു എന്നുള്ളതാണ് നമ്മൾ ലഗ്നം എന്ന് പറയുന്നത്, ജനിച്ച സമയം. അപ്പോൾ സൂര്യനും ലഗ്നവും കൂടി ഒന്നിച്ച് നിൽക്കുകയാണെങ്കിൽ നമ്മൾ അടുത്ത കുട്ടി ജനിച്ചത് രാവിലെയാണ് അല്ലേ. സൂര്യൻ നിൽക്കുന്ന രാശിക്ക് നമ്മൾ ഉദയരാശി എന്ന് പറയുന്നു. അപ്പോൾ സൂര്യൻ നിൽക്കുന്നത് വൃശ്ചികത്തിലാണെങ്കിൽ വൃശ്ചികം മാസം രാവിലെയാണ് കുട്ടി ജനിച്ചിരിക്കുന്നത്. 6 മണിക്കൂർ ഉദയമാണെങ്കിലും 6 മണിക്കൂർ അസ്തമയമാണെങ്കിലും സൂര്യൻ നിൽക്കുന്ന അതേ രാശിയിൽ തന്നെ ഉദയത്തോട് അടുപ്പിച്ചാണ് ജയിക്കുന്നത്. 8 മണിക്ക് ശേഷമാണെങ്കിൽ നേരെ ലഗ്നം പോയിട്ട് ധനുരാശിയിലേക്ക് പോകും. 8-നും 10-നും ആണെങ്കിൽ അത് ധനു കഴിഞ്ഞിട്ട് മകരത്തിലേക്ക് പോകും. അപ്പോൾ ഓരോ രാശി, ഇപ്പോൾ ഉദയരാശി എന്നാണ് പറയുന്നത്. സൂര്യൻ നിൽക്കുന്ന രാശിയെ നമ്മൾ പറയണത് ഉദയരാശി എന്ന് പറയും. സൂര്യൻ നിൽക്കുന്നതിൻ്റെ നേരെ 7ാമത്തെ രാശിയെ നമ്മൾ പറയുന്നത് എന്താണ്? പറഞ്ഞോളൂ. സൂര്യൻ നിൽക്കുന്നതിൻ്റെ 7ാമത്തെ രാശി പറയാ, അസ്തമയ രാശി. ഉദയരാശിയുടെ നേരെ 7ാമത്തെ രാശി എന്ന് പറയുന്നത് അസ്തമയ രാശി. അപ്പം വൃശ്ചിക രാശിയാണ് ഉദയരാശിയാണെങ്കിൽ 7ാമത്തെ രാശിയുടെ പേര് പറയും, പറഞ്ഞോളൂ. വൃശ്ചികമാണ് ഉദയരാശി. ഇപ്പോൾ 7ാമത്തെ രാശി ഏതായിരിക്കും? ഇടവ്. കൃത്യമായി. അപ്പോൾ വൃശ്ചികത്തിൽ നിന്നാണ് നമ്മൾ എണ്ണത്തിൽ തുടങ്ങുന്നത്. വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേടം, ഇടവമാണ് 7ാമത്തെ രാശി. 7ാമത്തെ രാശിയെ നമ്മൾ പറയുന്നത് അസ്തമയ രാശി എന്ന് പറയും. ഉദയരാശി വൃശ്ചികമാണെങ്കിൽ അസ്തമയ രാശി ഇടവരാശിയാണ്. അപ്പം വൃശ്ചികത്തിൻ്റെയും ഇടവത്തിൻ്റെയും ഇൻബിറ്റ്വീനാണ് ലഗ്നം വരികയാണെങ്കിൽ ഉദയത്തിന് ശേഷം അസ്തമയത്തിന് മുൻപിലാണ് കുട്ടി ജനിച്ചിരിക്കുന്നത് അല്ലേ? ആണ്, സംശയം ഉണ്ടോ? ഇല്ല. അപ്പോൾ അസ്തമയം കഴിഞ്ഞിട്ട് ഇടവരാശി കഴിഞ്ഞിട്ട് വീണ്ടും വൃശ്ചിക രാശിയുടെ തൊട്ട പുറകിലുള്ളതാണ് തുലാത്തിലാണ് ലഗ്നം വരികയാണെങ്കിൽ ഉദയത്തിന് മുൻപിലാണ് ജനിച്ചിരിക്കുന്നത്. ഇടവം കഴിഞ്ഞ് മിഥുനത്തിലാണ് ലഗ്നം വരികയാണെങ്കിൽ അസ്തമയത്തിന് ശേഷമാണ് കുട്ടി ജനിച്ചത്. അപ്പം ഇടവത്തിന് ശേഷം വൃശ്ചികം വരെയുള്ള അത് രാത്രി സമയത്താണ് കുട്ടി ജനിച്ചിരിക്കുന്നത്. അപ്പോൾ കുട്ടി ഒരു ജാതകം കണ്ടു കഴിഞ്ഞാൽ ഈ കുട്ടി ജനിച്ച സമയം നമുക്ക് ഉദ്ദേശം പറയാൻ പറ്റുമോ? ലഗ്നം നോക്കിയിട്ട്, സൂര്യനെയും ലഗ്നവും നോക്കിയിട്ട് നമുക്ക് കുട്ടി ജനിച്ചത് പകലാണോ രാത്രിയാണോ എന്ന് നമുക്ക് പറയാൻ പറ്റും. സമയം നമുക്ക് കൃത്യതയാണ്. പക്ഷെ അത് ബേസിക് ഫണ്ടമെൻ്റലാണ് നമ്മളീ പറഞ്ഞിരിക്കുന്നത്. ലഗ്നം നിൽക്കുന്നത് സൂര്യൻ്റെ എത്രാമത്തെ രാശിയിലാണോ അത്ര സമയം കഴിഞ്ഞിട്ടാണ് കുട്ടി ജനിക്കുന്നത്. അതാണ് ജനിച്ച ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഈ എങ്ങനെ ലഗ്നം കണക്ക് കൂട്ടും അതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. കഴിഞ്ഞ ദിവസം പഠിച്ചിരുന്നു, പക്ഷേ ആർക്കും മനസ്സിലായില്ല. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പ മെത്തേഡ് വെച്ചിട്ട് ഇന്ന് നമുക്ക് എങ്ങനെ ലഗ്നം കാൽക്കുലേറ്റ് പഠിക്കും. അത് കഴിഞ്ഞാൽ ഓരോ ഗ്രഹങ്ങളും നമ്മൾ കാൽക്കുലേറ്റ് പഠിക്കാം. അപ്പോൾ ലഗ്നം കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഉദയം മുതൽക്കാണ് കിടക്കുന്നത്. ആ ദിവസത്തെ ആ സ്ഥലത്തിൽ ഉദയം, എറണാകുളത്തിന് ഉദയ സമയമുണ്ട്, തിരുവനന്തപുരത്ത് വേറെ സമയമുണ്ട്. അങ്ങനെ ആ സ്ഥലത്തിന് പ്രാദേശിക സമയം വെച്ചിട്ടാണ് നമ്മൾ ഉദയം നോക്കുന്നത്. IST എന്ന് പറയുന്നത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. GST എന്ന് പറയുന്നത് ഗ്രീൻവിച്ച് മീൻ ടൈം. ഗ്രീൻവിച്ച് മീൻ ടൈമിന് 5.5 മണിക്കൂർ ഡിഫറൻസാണ് ISTക്ക് ഉള്ളത്. അപ്പോൾ നമ്മുടെ LMT എന്ന് പറയുന്നത് എറണാകുളത്തിൻ്റെ ലോക്കൽ മീൻ ടൈം എന്ന് പറയും. അപ്പോൾ ആ ലോക്കൽ മീൻ ടൈം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി പറഞ്ഞു ഒന്ന് എഴുതിക്കോട്ടെ. രാശിമാനം എഴുതണം. രാശിമാനം എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടല്ലോ. രാശിമാനം കിട്ടിയില്ലേ? എല്ലാവരും എഴുതണോ? മണിക്കൂർ മാത്രം എഴുതണോ? ആണെങ്കിൽ മണിക്കൂർ മതി. മണിക്കൂർ മാത്രം എഴുതാം. മണിക്കൂർ മാത്രം എഴുതാം. എഴുതിയായിരുന്നു രാശിമാനം എല്ലാവരും എഴുതിയിട്ടുണ്ടായിരുന്നു. എന്താ നേരത്തെ എഴുതിയിരുന്നു? ഇപ്പം മേഡത്തിന് എത്രയാണ്? 1 hour 50 minutes. 1 മണിക്കൂർ 50 എഴുതിയായിരുന്നോ? ഇല്ല, വേണ്ടേ?
കേൾക്കാം. അല്ലെ എഴുതിയെടുത്തോ ഇത് രാശിമാനം എന്ന് പറയും. എറണാകുളത്തിൻ്റെ രാശിമാനം എന്ന് പറയും. എറണാകുളത്തിന് സാധാരണ ഒരു രാശിയുടെ ദൈർഘ്യം 2 hours-ആണ്. പക്ഷെ ഓരോ പ്രാദേശിക സ്ഥലത്തിന് ചെറിയ ചെറിയ വേരിയേഷൻ, എക്സാക്റ്റ് 2 മണിക്കൂർ കിട്ടില്ല. അതാണ് ഇത് എഴുതിയത്. എറണാകുളത്തിന് മേടത്തിൽ 1 മണിക്കൂർ 50 മിനിറ്റ്, 2 മണിക്കൂർ പൂർണ്ണമായിട്ടില്ല. ഇടവത്തിന് 2 മണിക്കൂറിൽ അല്പം കൂടുതലുണ്ടാവും. അതാണ് രാശിമാനം എന്ന് പറയുന്നത്. ഓരോ സ്ഥലത്തിനും രാശിമാനമുണ്ട്. തിരുവനന്തപുരത്ത് ഒരു രാശിമാനം, എറണാകുളത്തിനൊന്ന്, ബോംബെക്ക് വേറൊന്ന്, അങ്ങനെ എക്സാക്ട്ലി 2 hours ആയിരിക്കില്ല ഓരോ സ്ഥലത്ത്. ഇത് എറണാകുളത്തിനാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. എറണാകുളത്തിൽ കുട്ടി ജനിച്ച പറ്റിയാണ് നമ്മൾ ചെയ്യുന്നത്. അതാണ് രാശിമാനം. ഇതാ ഇവിടെ പഞ്ചാംഗത്തിലിട്ട് പഞ്ചാംഗം അത് എടുക്കാം. പേജ് പറഞ്ഞുതരാം. ഞാനിത് ഈ പഞ്ചാംഗം കൊണ്ട് തരാം കേട്ടോ. തരാം, മേടിക്കട്ട. പിന്നെ വീട്ടിൽ വേറെ പഞ്ചാംഗം ഇന്ന് എടുക്കാൻ പറ്റില്ല. ഇതുകൊണ്ട് എൻ്റെ അടുത്ത് വേറെ വീട്ടിലും ഉണ്ട്. അടുത്ത് ഇവിടെ കൊണ്ടുപോകാൻ പറ്റും. ഇങ്ങനെ വേറെ പഠിക്കും. ഒരു കൊല്ലം കഴിഞ്ഞതിനെ കൊണ്ട് ആവശ്യമില്ലല്ലോ. ഒരു കൊല്ലത്തേക്കുള്ള പഞ്ചാംഗമല്ലേ. പേജ് നമ്പർ 48, വൃശ്ചിക മാസം. പഞ്ചാംഗം എല്ലാവരുടെ കയ്യിലും ഉണ്ടോ? ഉണ്ട്. ഏത് ആ പഞ്ചാംഗം ചെറിയ വ്യത്യാസമേ വരും. നമ്മൾ എടുത്തിരിക്കുന്നത് നവംബർ മാസം 23-ാം തീയതി അല്ലേ? ആണോ? കഴിഞ്ഞ ആഴ്ച നമ്മൾ ചെയ്തിരിക്കുന്നത് നവംബർ മാസം 23-ാം തീയതി. അന്ന് മലയാള മാസം 7-ാം തീയതി, വൃശ്ചിക മാസം 7-ാം തീയതി. നവംബർ മാസം 23-ാം തീയതി സാറേ. നവംബർ 23. വൃശ്ചികം 7 വൃശ്ചികം. കൊല്ലം എത്ര സാറേ? 1200. 1000 അല്ലേ? 1201. സമയം 7 മണി. സമയത്തിലായിരുന്നു 7 PM. 7 മണി. ഓക്കെ, നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ഞായറാഴ്ച എടുത്താൽ മതി. എല്ലാവരും ഉറപ്പിച്ചോട്ടെ. കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ട് 7 മണിക്ക് ഒരു കുട്ടി ജനിച്ചു. ഓക്കെ, എറണാകുളത്താണ് ആ കുട്ടി ജനിച്ചത്. ആ കുട്ടി ജനിച്ചത് നമുക്ക് മനസ്സിലായി. അപ്പോൾ ആ കുട്ടിയുടെ ലഗ്നം, അതായത് അസെൻഡൻറ്റ് കാണണം. ലഗ്നത്തിനെ വെച്ചിട്ടാണ് നമ്മളെല്ലാം പറയുന്നത്. ലഗ്നത്തിനെ കൊണ്ട് എന്താ റെപ്രസെൻ്റ് ചെയ്യുന്നത്? നിങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ലഗ്നം കൊണ്ടാണ്. നിങ്ങൾ ആരാണ്, എന്താണ്. ഓക്കെ, വരച്ചാൽ മതി, ഇവിടെ വെച്ചാൽ മതി. അതായത് ഇതാണ് രാശി ചാർട്ടെങ്കിൽ ഇത് രാശി ചാർട്ടാണ്, നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇതിൽ നമുക്കറിയാം വൃശ്ചിക മാസമാണ്. വൃശ്ചിക മാസത്തിൽ സൂര്യൻ എവിടെയായിരിക്കും? വൃശ്ചികത്തിലായിരിക്കും. അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ആരെ മാർക്ക് ചെയ്യാൻ പറ്റും? സൂര്യനെ മാർക്ക് ചെയ്യാൻ പറ്റും. സൂര്യൻ ഇവിടെ ആയിരിക്കും, ഇവിടെ ആയിരിക്കും അല്ലേ? അതിൽ സംശയമില്ല. അതേപോലെ ചന്ദ്രനെ നമുക്ക് പെട്ടെന്ന് മാർക്ക് ചെയ്യാൻ പറ്റും. കാര്യം എന്താ? ചന്ദ്രൻ ഏത് നക്ഷത്രത്തിലാണെന്ന് നമുക്ക് അന്നത്തെ കലണ്ടർ നോക്കിയാൽ മനസ്സിലാവും. എന്നായിരുന്നു നക്ഷത്രം? എന്തായിരുന്നു അറിയാമോ? 23-ാം തീയതി ആഴ്ച എന്നുള്ള സ്ഥലത്ത് രാന്ന് എഴുതിയിട്ടുണ്ട്. രവിവാരം എന്നുള്ളതാണ് രാന്ന് എഴുതിയത്. പഞ്ചാംഗം ഉണ്ടോ കയ്യിൽ? എല്ലാവരും കയ്യിൽ. അപ്പൊ ചന്ദ്രനെ നമുക്ക് മനസ്സിലായി. ഓക്കെ, പേജ് നമ്പർ 48. ചന്ദ്രൻ മൂലത്തിലല്ലേ? മൂലം, പൂരാടം, ഉത്രാടം എവിടെ വരുന്നത്? ധനുരാശിയിലല്ലേ? ധനുരാശിയിലല്ലേ? അപ്പം ചന്ദ്രൻ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തു. ഇങ്ങനെ ഇത് രണ്ടും വളരെ എളുപ്പത്തിൽ നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതിന്റെ സ്ഫുടം അറിയുന്നില്ല, അതായത് കൃത്യം എക്സാക്ട് ഏത് ഡിഗ്രിയിലാണ് ആ പ്ലാനറ്റ് നിൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. എന്നാലും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും കാര്യം മനസ്സിലാവും. ശരി, ഇനി നമുക്ക് അറിയേണ്ടത് ഈ കുട്ടി ജനിച്ച സമയത്തെ ലഗ്നം എന്താണെന്ന് അറിയണം. കാര്യം ഇവിടെ 12 ഹൗസസ് ഉണ്ട്. പക്ഷേ ലഗ്നം അറിഞ്ഞാലല്ലേ ഇയാളുടെ 1-ാം ഭാവം ഏതാണ്, 2-ാം ഭാവം ഏതാണെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അത് വെച്ചല്ലേ നമുക്ക് ഫലപ്രവചനമൊക്കെ നടത്താൻ പറ്റുള്ളൂ. അപ്പം ലഗ്നം, ഒരു കാര്യം കൂടി പറയാം. ഇപ്പം ചന്ദ്രൻ നിൽക്കുന്നത് ധനുരാശിയിലാണെന്നാണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. പക്ഷേ ധനുരാശിയിൽ ഏതൊക്കെ നക്ഷത്രം വരും? മൂലം, അത് ബൈഹാർട്ട് പഠിക്കണം. മൂലം, പൂരാടം, ഉത്രാടം, കാല്. അപ്പോൾ ചന്ദ്രനെ അവിടെ നമ്മൾ ധനുരാശിയിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൂലമാണോ പൂരാടമാണോ ഉത്രാടമോ എന്ന് നമുക്കറിയില്ല. അത് അറിയണമെങ്കിൽ നമ്മൾ ശിഷ്ടദശ, ഗർഭശിഷ്ടദശ നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ചന്ദ്രസ്ഫുടം കണ്ടുപിടിച്ചിട്ട് മൂലമാണോ പൂരാടമാണോ ഉത്രാടമാണോ എന്ന് കണ്ടുപിടിക്കും. അത് നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്.
ഇപ്പോഴും നമുക്കറിയാം ധനുരാശിയിലാണ് മൂലം നക്ഷത്രമായതുകൊണ്ട് ധനുരാശിയിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. പക്ഷേ ധനുരാശിയിൽ മൂലം എത്രയുണ്ട്? 13 ഡിഗ്രി 20 മിനിറ്റ് ഉണ്ട്. അപ്പോൾ എത്ര ഡിഗ്രി കഴിഞ്ഞിട്ടാണ് കുട്ടി ജനിക്കുന്നത് നോക്കണമെങ്കിൽ നമ്മൾ ചന്ദ്രൻ്റെ സ്ഫുടം കണ്ടുപിടിക്കണം. അപ്പോൾ 22-ാം തീയതി രാവിലത്തെ സ്ഫുടം എടുത്തിട്ട് 23-ാം തീയതി രാവിലത്തെ സ്ഫുടം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചന്ദ്ര സ്ഫുടം കിട്ടും. നമ്മൾ അത് പഠിക്കാൻ പോണേ ഉള്ളൂ. ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കുക, മൂലം നക്ഷത്രമായതുകൊണ്ട് ധനുവിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. ഇത് മാത്രം മനസ്സിലായി. ഇനി നമ്മൾ കൃത്യമായിട്ടുള്ള എത്ര മൂലനക്ഷത്രം ഏത് ദശയിലാണ് ജനിക്കുക? അശ്വതി മകം മൂലം ഇതിലാണ് ജനിക്കുന്നത് പറഞ്ഞോളൂ, നമ്മൾ പഠിച്ചതാണ്. അശ്വതി മകം മൂലം കേതു ദശയിലാണ് ജനിക്കുന്നത്. ഭരണി പൂരം പൂരാടം കഴിഞ്ഞ ക്ലാസ്സിലെടുത്തതാണ്. ഭരണി പൂരം പൂരാടം ഇതിലാ ശുക്രദശയിൽ. അത് നമ്മൾ ബയോട്ടായിട്ട് പഠിക്കണം. അപ്പോൾ അശ്വതി മകം മൂലം ജനിക്കുന്നത് നമ്മൾ കേതു ദശയിലാണ്. അപ്പോൾ കേതു ദശ ശിഷ്ടദശ ഇവിടെ അടിയിൽ കേതു എന്ന് കണ്ടാൽ നമുക്കറിയാം മൂലം നക്ഷത്രമാണ്. ശിഷ്ടദശ ശുക്രൻ എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? പൂരാടം. ശുക്രദശ രവി എന്ന് കണ്ടാൽ ഉത്രാടം ഇല്ലേ? മനസ്സിലായി? കാർത്തിക ഉത്രം ഉത്രാടം എന്ന് പറയുന്നത് രവിദശ. പിന്നെ കേതുദശയാണെങ്കിൽ അശ്വതി മകം മൂലം, ഭരണി പൂരം പൂരാടം ശുക്രൻ. അപ്പോൾ അത് വരുന്നത് അതാണ് പൂരാടം വരുന്നത്. ആ ശിഷ്ടദശ കണ്ടു കഴിഞ്ഞാൽ ഏത് നക്ഷത്രമാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. കൂടെ കണ്ടുപിടിച്ചാൽ എത്ര ഡിഗ്രി ആ നക്ഷത്രം എത്ര ഏത് പാദത്തിലാണ് ജനിച്ചത് നമുക്ക് പറയാൻ പറ്റും. മനസ്സിലായോ? സംശയമുണ്ടോ? ഇല്ല. കൺഫ്യൂഷനാ ഇതിലോ? ഞാൻ പറഞ്ഞത് ഇത്ര ആലോചിച്ചാൽ മതി. ഓരോ പ്ലാനറ്റും ഓരോ ഏതെങ്കിലും വീട്ടിലാണ് നിൽക്കണേ നമുക്കറിയാം. അത്ര അറിയാമല്ലോ. ആ വീട്ടിൽ 30 ഡിഗ്രിയാണെന്നുള്ളത് അറിയാം. അതും അറിയാമല്ലോ. ആ 30 ഡിഗ്രിയിൽ ഏത് ഡിഗ്രിയിലാണ് ഈ പ്ലാനറ്റ് നിൽക്കണത് നമുക്ക് കണ്ടുപിടിക്കണ്ടേ? ഒരു ഈ 30 ഡിഗ്രീനെ നമ്മൾ 2.25 നക്ഷത്രങ്ങളൊക്കെ ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തേക്കല്ലേ. അപ്പം ഇത് ഏത് ഡിഗ്രി നിൽക്കുകയാണെന്ന് അറിഞ്ഞാലല്ലേ ഇത് ഏത് നക്ഷത്രത്തിലാണ് നിൽക്കണതെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അതാണ് സാറ് പറഞ്ഞത്, ചന്ദ്രൻ ഏത് ഡിഗ്രിയിലാണെന്ന് അറിഞ്ഞാൽ മാത്രമേ ചന്ദ്രൻ ഏത് നക്ഷത്രത്തിലാണെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അതിനെയാണ് നമ്മൾ നമ്മുടെ ജന്മ നക്ഷത്രം എന്ന് പറയണം. ഓക്കെ, ധനുരാശി കോമൺ ആണ്. ചന്ദ്രന് 2.25 നക്ഷത്രമാണ് ധനുവിൽ. മൂലം പൂരാടം ഉത്രാടം കാലുണ്ട്. അപ്പോൾ ഏത് നക്ഷത്രമാണെന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ കുടം കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എവിടെയാണ് ചന്ദ്രൻ നിൽക്കുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റും. ജസ്റ്റ് ഞാൻ റാൻഡമായിട്ട് മാർക്ക് ചെയ്തേ ഉള്ളൂ. അത് കണ്ടുപിടിച്ചില്ല. അത് കറക്റ്റ് അല്ല. പക്ഷെ നമ്മൾക്ക് ഒരു ജ്യോതിഷിനെ സംബന്ധിച്ചിടത്തോളം ഒരു കുട്ടി ജനിച്ചു എന്ന് പറയുമ്പോൾ തന്നെ സൂര്യനും ചന്ദ്രൻ എവിടെയാണ് നിൽക്കണേന്ന് നമുക്ക് അറിയണം. എവിടെ അറിയണമെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ രാശിയിൽ എവിടെ നിൽക്കണേ നമുക്കറിയാം. ഇവിടെ പറഞ്ഞു പഞ്ചാംഗത്തില് മൂല നക്ഷത്രം എന്ന് പറഞ്ഞു. പഞ്ചാംഗം നോക്കിയിട്ട് മൂല നക്ഷത്രം പറഞ്ഞു. അതുകൊണ്ടാണ് എഴുതിയത്. പക്ഷെ മൂല നക്ഷത്രത്തിൽ എത്ര സമയം കഴിഞ്ഞു നമുക്ക് അറിയില്ല. അത് നമ്മൾ കണ്ടുപിടിക്കണം. അതിനാണ് അതിന് ചന്ദ്രസ്ഫുടം എന്ന് പറയും, കണ്ടുപിടിക്കാം. അപ്പോൾ മൂല നക്ഷത്രത്തിൽ എത്ര ഡിഗ്രി എത്ര മിനിറ്റ് മൂലം മൊത്തമാണ് 13-20 ഉള്ളത്. അതിലെത്ര കഴിഞ്ഞിട്ടാണ് കുട്ടി ജനിക്കുന്നത്. അതിനാണ് ഗർഭശിഷ്ടം എന്ന് പറയുന്നത്. ഗർഭത്തിൽ ബാക്കി കഴിഞ്ഞു പോയി 7 വർഷമേ മൊത്തം ഉള്ളൂ കേതുദശ. എത്ര സമയം കഴിഞ്ഞിട്ടാണ് കുട്ടി ജനിക്കുന്നതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോണേ ഉള്ളൂ. ഇപ്പോൾ ഇത്രയും മനസ്സിലായി. രാശി രണ്ടേകാൽ നക്ഷത്രം. അത് നമുക്ക് കണ്ടുപിടിക്കാം. അത് ചെയ്യാം. ശരി, അപ്പം നമ്മൾ വൈകിട്ട് 7 മണിക്കാണ് ഇയാൾ ജനിച്ചത്. ആദ്യം നമുക്ക് അറിയേണ്ടത് എന്താ? വൈകിട്ട് 7 മണിക്ക് ഇയാൾ ജനിച്ചതെന്ന് മനസ്സിലായി. അന്ന് സൂര്യൻ ഉദിച്ചത് എപ്പോഴാണെന്ന് അറിയണ്ടേ? സൂര്യൻ ഉദിച്ച എപ്പോഴാ ഉദയം? സൺറൈസ് എപ്പോഴായിരുന്നു? 6:26 ആണോ? ശരി, രാവിലെ 6:26 സൂര്യൻ ഉദിച്ചത്. സൺസെറ്റ് എപ്പോഴായിരുന്നു? അസ്തമിച്ചത് 5:56. ഇതിലാർക്കും സംശയമില്ലല്ലോ. അപ്പോൾ നമുക്ക് മനസ്സിലായി രാവിലെ 6:26 സൂര്യൻ ഉദിച്ചു. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞതിന് അന്നത്തെ വൈകുന്നേരം 7 മണിക്കാണ് ഇയാൾ ജനിച്ചതെന്ന് മനസ്സിലായി. അപ്പോൾ സൂര്യൻ ഉദിച്ചതിന് ശേഷം, ഇപ്പോൾ സൂര്യൻ ഉദിക്കുമ്പം ഒരു രാശി ഉണ്ടാവില്ലേ? വൃശ്ചിക മാസമാണെങ്കിൽ സൂര്യൻ ഉദിക്കുമ്പോൾ ഏത് രാശിയായിരിക്കും നമ്മൾ കാണുന്നത്? വൃശ്ചികമാണല്ലോ. കുറച്ച് കഴിയുമ്പം ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ വൃശ്ചിക രാശി കാണുമോ? അടുത്ത രാശി ആയിരിക്കൂലേ? അപ്പോൾ ഈ 2 മണിക്കൂർ ഇടവിട്ട് ഇതിങ്ങനെ മാറും. അപ്പോൾ ഒരു കുട്ടി ജനിക്കുന്നത് രാവിലെ ആണെങ്കിൽ അയാൾ വൃശ്ചിക രാശിയിലായിരിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അയാൾ അടുത്ത രാശിയിലോട്ട് പോയി, ധനുരാശിയിലോട്ട് പോയി. അത് കഴിഞ്ഞാൽ മകരൻ രാശിയിലോട്ട് പോയി. അങ്ങനെ മാറുമല്ലോ. അപ്പോൾ ഇയാളുടെ ലഗ്നം മാറുമെന്ന് മനസ്സിലായല്ലോ. കുട്ടി ജനിക്കുന്ന സമയത്ത്
സൂര്യൻ അഭിമുഖമായ രാശിനെയാണ് ഈ പറയുന്ന ലഗ്നം എന്ന് പറയുന്നത്. അപ്പോൾ ലഗ്നം മാറി മാറി വരും നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇപ്പം മാറി മാറി എവിടെ നിൽക്കുന്നു നമുക്ക് കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ പർപ്പസ്. അപ്പോൾ വൈകിട്ട് 7 മണിക്ക് ഇയാൾ ജനിച്ചു. അതിന് നമ്മൾ റെയിൽവേ ടൈം ആക്കുകയാണ് 19. അപ്പോൾ നമ്മൾ നോക്കുകയാണ് ഉദയം മുതൽ ജനനം വരെ, ഈ കുട്ടി ജനിച്ചത് വരെയുള്ള സമയം എന്ന് പറയുന്നത് വൈകിട്ട് 7 മണി, അതായത് 19 മണി മൈനസ് സൺറൈസ് എത്ര മണിക്കാ? 6:26. അപ്പോൾ എത്ര കിട്ടും പറഞ്ഞോ? 12:34. ഓക്കെ. അതായത് ഇയാൾ ജനിച്ചത് സൂര്യൻ ഉദിച്ച് കഴിഞ്ഞതിന് ശേഷം 12 മണിക്കൂറും 34 മിനിറ്റും കഴിയുമ്പോഴാണ് ഇയാൾ ജനിച്ചത്. അതിൽ സംശയമുണ്ടോ? ഇല്ലല്ലോ, ആകെ 24 മണിക്കൂറേ ഉള്ളൂ. ഇതിൽ സംശയം ഉണ്ടോ? ഇത്രയും വരെ ക്ലിയർ ആണല്ലോ. ശരി, 12 മണിക്കൂറും 34 മിനിറ്റും ഉദിച്ച് കഴിഞ്ഞപ്പോൾ ഇയാൾ ജനിച്ചു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സൂര്യൻ ഉദിച്ച് കഴിഞ്ഞിട്ട് വൃശ്ചികൻ രാശി എത്ര നേരം ഉണ്ടായിരുന്നു നമുക്കറിയണം. നമ്മൾ ജനറലി നമ്മൾ പറഞ്ഞു 2 മണിക്കൂറാണ് വൃശ്ചികൻ രാശി ഉണ്ടാകുന്നത് പറഞ്ഞത്. അത് ജനറലാണ്. കാര്യം ആകെ 12 രാശിയാണുള്ളത്. 24 മണിക്കൂറിന് ഡിവൈഡ് ചെയ്ത ഓരോ രാശിക്ക് 2 മണിക്കൂർ വെച്ച്. പക്ഷേ രാശികൾ എപ്പോഴും 2 മണിക്കൂർ തന്നെ ആണോ? അല്ല, അത് നമ്മൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം അനുസരിച്ചും മാറും. അത് കൂടാതെ രാശികൾക്ക് തന്നെ ഹ്രസ്വ ദീർഘ സമവ്യത്യാസമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലവും രാശികളുടെ വ്യത്യാസം അനുസരിച്ച് രാശികൾ നമ്മൾക്ക് അനുഭവപ്പെടുന്ന സമയത്തിന് വ്യത്യാസം ഉണ്ടാവും. ഓക്കെ. അപ്പം ഇവിടെ നമ്മൾ പറഞ്ഞേക്കുന്നത് വൃശ്ചികൻ രാശി കണ്ട 2 മണിക്കൂറും 11 മിനിറ്റും കിട്ടുന്നതാണ് സൂര്യൻ ഉദിച്ചിട്ട്. ഓക്കെ, അത് 1-ാം തീയതി ആണെങ്കിലല്ലേ കിട്ടുള്ളൂ. 7-ാം തീയതി എത്ര കിട്ടുമെന്ന് പറയാമോ? പഞ്ചാംഗം നോക്കിയിട്ട്. അപ്പോൾ നമ്മൾ പഞ്ചാംഗം എടുത്ത് നോക്കും. എന്ത് നോക്കും? 7-ാം തീയതി. പഞ്ചാംഗം നോക്കിയിട്ട് 7-ാം തീയതി എത്ര നാഴിക വിനാഴികൾ? പേജ് നമ്പർ 49. 7-ാം തീയതി തുലാം കഴിഞ്ഞിട്ട് അതിൻ്റെ അടിയിൽ എഴുതിയിട്ടുണ്ട് 2, 3, 4, 5, 6, 7. അപ്പോൾ അത് മലയാള മാസമാണ് 7-ാം തീയതി കൊടുത്തിരിക്കുന്നത്. 4:22 കണ്ടോ? 4:22 കണ്ട് എല്ലാവരും കണ്ടോ? 4:22 4 നാഴിക 22 വിനാഴികയാണ് അത് എഴുതിയത്. 4 നാഴിക 22 വിനാഴിക. അതിലാ മണിക്കൂർ മിനിറ്റ് ആക്കുക. ഓക്കെ, നാഴിക വിനാഴികനെ മണിക്കൂർ 4 നാഴിക 22 വിനാഴികനെ മണിക്കൂർ മിനിറ്റ് ആക്കുക. ആ കറക്റ്റ്. 4 നാഴിക 22 പറഞ്ഞത്? 22. 4 നാഴിക 22 വിനാഴിക. അതിന് മണിക്കൂർ 4 24 അദ്ദേഹം പറഞ്ഞു. അല്ല, ഇതിൽ എനിക്ക് പഞ്ചാംഗ വ്യത്യാസം ഉണ്ടോ? 26 22. ഇതിൽ 22 സാരമില്ല. ഈ പഞ്ചാംഗല്ലേ ഇതല്ലേ? ആ ഇതിൽ 22 അല്ലേ? ആ അല്ലെന്ന് അത് മേലെയല്ലേ? 7-ാം തീയതി എടുക്കും സാർ. 7-ാം തീയതി വൃശ്ചിക അടിയിൽ എഴുതിയില്ലേ? തുലാം കഴിഞ്ഞിട്ട് തുലാം 3 വിനാഴിക കഴിഞ്ഞിട്ട് 7-ാം തീയതി 4:22 എന്നില്ലേ? കാണാത്തവർ പറയണം, കൈപൊക്കണേ. അല്ലെ പഞ്ചാംഗം ഇല്ലേ എവിടെ? അത് കുഴപ്പമില്ല. 4:22 ആണ്. ചെറിയ സമയ വ്യത്യാസം ഉണ്ടോ? സ്റ്റാൻഡേർഡ് ആയിട്ട് എടുത്തിട്ട് അത് പഞ്ചാംഗം മാറിയുണ്ടാകും. അപ്പോൾ 4 നാഴിക 22 വിനാഴികന മണിക്കൂർ മിനിറ്റ് ആക്കുക. ഒന്ന് ചെയ്തോളാം. അല്ല, ഒരു കാര്യം പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തത് ഈ സമയം കിട്ടിയത് ഓർമ്മയുണ്ടോ? സമയ ഡിഫറൻസ് നമ്മൾ കണ്ടുപിടിച്ചു 12 മണിക്കൂർ 34 മിനിറ്റ്. എന്നിട്ട് നമ്മൾ അതിനെ നേരെ നാഴിക വിനാഴികയാക്കിയാണ് ചെയ്തത്. എന്നിട്ട് ഓരോ രാശിയുടെയും നാഴിക വിനാഴികയാണ് കുറച്ച് കൊണ്ടുവന്നത്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ അങ്ങനെയല്ല ചെയ്യാൻ പോണത്. നമ്മൾ കിട്ടിയ സമയത്ത് അനക്കുന്നില്ല. 12 മണിക്കൂർ 34 മിനിറ്റ് നമ്മൾ അനക്കുന്നില്ല. അത് അങ്ങനെ തന്നെ വെക്കുന്നു, കുറച്ചും കൂടി എളുപ്പത്തിന് വേണ്ടി. എന്നിട്ട് നമ്മൾ ഈ വൃശ്ചികൻ രാശി ബാക്കി നിൽക്കുന്ന സമയമില്ലേ, നാഴിക വിനാഴിക, ഇതിനെ നമ്മൾ മണിക്കൂറാക്കി മാറ്റും. എന്നിട്ട് ഇതിൽ നിന്ന് കുറയ്ക്കും. അതിനുശേഷം ഓരോ രാശി എത്ര മണിക്കൂറാണെന്ന് നമുക്കറിയാം. ആ മണിക്കൂറുകൾ ഈ 12 മണിക്കൂർ 34 മിനിറ്റ് കുറച്ച് കൊണ്ടുവരും. അതെ. കാര്യം നമ്മൾക്ക് ഫെമിലിയർ അവർ ആൻഡ് മിനിറ്റ് ആണ്, നാഴിക വിനാഴിക അല്ലല്ലോ. അതുകൊണ്ട് ഓക്കെ. അപ്പോൾ ഇത് 4 നാഴിക 22 വിനാഴികനെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? ആദ്യത്തെ ക്ലാസ്സിലോട്ട് മടങ്ങി പോണോ? 2.5 നാഴിക 1 മണിക്ക് 1:46 കിട്ടുമോ?
പഴയ ക്ലാസ്സിലോട്ട് മടങ്ങി പോകണം. 2 നാഴിക 1 മണിക്കൂർ. പഴയ ക്ലാസ്സിലോട്ട് പഴയോട്ട് പോകണം. ആരും പഠിച്ചിട്ടില്ല. 2.5 നാഴിക 2 നാഴിക വെച്ച് 1 മണിക്കൂർ. ഇനി ബാക്കി എത്രയുണ്ട്? അരനാഴിക എടുക്കും. അരനാഴിക എത്രയാ? 12 മിനിറ്റ്. 24 മിനിറ്റ്. സോറി 12 മിനിറ്റ്. 2 നാഴികയില്ല. അപ്പോൾ അരനാഴിക 3 12 മിനിറ്റ്. ഇനി ബാക്കി എത്രയുണ്ട്? 1 നാഴിക എത്രയാ? 24 മിനിറ്റ്. 24 മിനിറ്റ്. നമസ്കാരം. ഒന്ന് ലൈറ്റ് ഫാനിട്ട് വരുന്നത്. അതായത് 1 മണിക്കൂറും 16 മിനിറ്റ്. ഓക്കെ അല്ലേ? 24 1 മണിക്കൂർ 12 1 മണിക്കൂർ 24. അപ്പോൾ 4 ആയുള്ളൂ. 22 വിനാഴിക. 4 ആയുള്ളൂ. 4 ആയുള്ളൂ. 2.5 3 അയ്യോ 4 ആയുള്ളൂ. 22 വിനാഴിക. ഓക്കെ. ഇനി 22 വിനാഴികയും കൂടി കൂട്ടാം. 20 വിനാഴിക എത്രയാ? 10 വിനാഴിക എത്രയാ? 10 വിനാഴിക എന്ന് പറഞ്ഞാൽ 4 മിനിറ്റ്. 20 വിനാഴിക എന്ന് പറഞ്ഞാൽ 8 മിനിറ്റ്. 2 വിനാഴിക 10 മിനിറ്റ് ആക്കാം. 2 പക്ഷേ 10 മിനിറ്റ് ആക്കാം. 2 വിനാഴികയല്ലോ. 2 വിനാഴിക എത്ര മിനിറ്റ് ഉള്ളത്? 2.5 വിനാഴികയല്ലേ? ഒരു മിനിറ്റ് അല്ലേ? അപ്പോൾ 1 മിനിറ്റ് തന്നെ കൊടുക്കണം. 1 മിനിറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 9 മിനിറ്റ് അല്ലേ? അപ്പോൾ റൗണ്ട് ചെയ്യാൻ നമ്മൾ 10 ചെയ്താൽ പഠിക്കാനുള്ള ശരി. കോംപ്ലിക്കേറ്റ് അല്ല ഇത് കൂട്ടുമ്പം കറക്റ്റ് ആയിക്കോളും. കറക്റ്റായിട്ട്. ഇത് കുഴപ്പമില്ലല്ലോ. വിനാഴിക കുഴപ്പമില്ലല്ലോ. മനസ്സിലായില്ലേ പറയണം. ഇവിടെ നിർത്തിയിട്ട് നമുക്ക് തുടങ്ങാം. 4 നാഴിക 22 വിനാഴികയാണ് നമ്മൾ മണിക്കൂർ മിനിറ്റ് ആക്കാണ് ചെയ്തത്. നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങളാണ്. 4 നാഴിക 22 വിനാഴിക. അപ്പോൾ 4 നാഴിക എന്ന് പറഞ്ഞാൽ അതിനെ 2.5 വിനാഴിക എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2.5 വിനാഴിക 1 മണിക്കൂർ. അര വിനാഴിക എന്ന് പറഞ്ഞാൽ എത്രയാണ്? അര വിനാഴി 1 നാഴികയാണ് 24 മിനിറ്റ്. അര വിനാഴിക അര നാഴിക എന്ന് പറഞ്ഞാൽ 12 മിനിറ്റ്. 12 മിനിറ്റ്. അപ്പോൾ അതിൻ്റെ 2.5 അര 3 ആയി. പിന്നെ 1 നാഴിക എന്ന് പറയുന്നത് 24 മിനിറ്റ്. അപ്പോൾ അത് മൊത്തം 1 മണിക്കൂർ 36 മിനിറ്റ് കിട്ടി. ഇനി നമുക്ക് 22 വിനാഴിക ഉണ്ട്. അതിനെ നമ്മൾ മിനിറ്റ് ആക്കണം. 22 വിനാഴിക. അപ്പോൾ 10 വിനാഴിക എന്ന് പറയുന്നത് എത്രയാണ്? 4 മിനിറ്റ്. നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങളാണ്. 10 വിനാഴിക 4 മിനിറ്റ്. 20 വിനാഴിക എന്ന് പറയുന്നത് എത്ര? 8 മിനിറ്റ്. പിന്നെ 2 വിനാഴിക ഉണ്ട്. 2 വിനാഴിക എന്ന് പറയുന്നത് എത്ര? 2 വിനാഴിക നമുക്ക് തൽക്കാലം 2.5 വിനാഴിക എന്ന് പറഞ്ഞാൽ 1 മിനിറ്റ് അല്ലേ? 1 മിനിറ്റ് ആയിട്ട് തൽക്കാലം എടുക്കുക ഫോർ കൺവീനിയൻസ്. 9 മിനിറ്റ്. 9 മിനിറ്റ്. അപ്പോൾ 1 മണിക്കൂർ 36 മിനിറ്റ് പ്ലസ് 9 മിനിറ്റ് എത്ര കിട്ടും? ഒരു മണിക്കൂർ 45 മിനിറ്റും കിട്ടും. എന്താണ് ഇതിൻ്റെ അർത്ഥം? 1 മണിക്കൂർ 45 മിനിറ്റ് എന്ന് വെച്ചാൽ അന്ന് സൂര്യൻ ഉദിച്ച് കഴിഞ്ഞതിന് ശേഷം വൃശ്ചികം രാശി എന്ന് പറയുന്നത് 1 മണിക്കൂറും 45 മിനിറ്റും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ കുട്ടി വൃശ്ചികം ലഗ്നം ആവണമെങ്കിൽ ഈ കുട്ടി എപ്പോൾ ജനിക്കണമായിരുന്നു? ഈ സൂര്യൻ ഉദിച്ച് 1 മണിക്കൂർ 45 മിനിറ്റിനുള്ളിൽ ജനിക്കണമായിരുന്നു. 1:45 ജനിച്ചാൽ മാത്രമേ വൃശ്ചിക ലഗ്നം കിട്ടുള്ളൂ. വൃശ്ചിക ലഗ്നം അന്ന് ഉള്ളത് 1 മണിക്കൂർ 45 മിനിറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ആ 12:34 1:45 കുറക്കണം. അത് ഭയക്കുണ്ട് അവിടെ. ഇത് വായിക്കണം. ഞാൻ ഇവിടെ നിൽക്കണവർ കാണുമോ? ഞാനിവിടെ ഒന്ന് എഴുതിയത് കാണുമോ? നിങ്ങൾക്ക് കാണുമല്ലേ? 12:34. അതായത് 12 മണിക്കൂർ 34 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഈ കുട്ടി ജനിച്ചത്. ഓക്കെ. ആദ്യം വന്നത് വൃശ്ചിക രാശിയാണ്. വൃശ്ചിക രാശിയിൽ 1 മണിക്കൂറും 45 മിനിറ്റുമാണ് വൃശ്ചിക രാശി ഉണ്ടായത്. ഓക്കെ. അപ്പോൾ ഈ വൃശ്ചിക രാശിയുടെ ആ സമയം നമ്മൾ ഈ 12 മണിക്കൂർ 34 മിനിറ്റ് കുറയ്ക്കുകയാണ്. ആ അത് കുറച്ചിട്ട് എത്ര കിട്ടും? കുറച്ച് എത്ര കിട്ടും? പറയട്ടെ. അത് കുറച്ച് എത്ര കിട്ടും? 12:34 മൈനസ് 1:45.
റെഡി 49 ആണ് 11 10:49 അല്ലേ? പത്ത് 49 എനിക്ക് കിട്ടിയത്. അതെ ശരിയാണ്. കിട്ടിയോ? 10:49 കിട്ടിയോ? 12:34 മൈനസ് 1:45. ഇപ്പം 34-ന്ന് 45 കുറയ്ക്കാൻ പറ്റില്ല അല്ലേ? അപ്പോൾ ഒരെണ്ണം കൊണ്ട് കടമ്പ അടിക്കും. ഒരു മണിക്കൂർ കടമ്പ അടിച്ചാൽ ഇവിടെ എത്തുമ്പോൾ 60 മിനിറ്റായി. 60-ഉം 34 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 94. 94-ന്ന് 45 കുറയ്ക്കുക. 94-ന്ന് 45 കുറച്ചാൽ 49 കിട്ടും. പിന്നെ അവിടെ ബാക്കി എത്ര ഉണ്ട്? ഒന്നങ്ങോട്ട് കടം പോയില്ലേ? 11 പോയാൽ ഒന്നും പറ്റില്ല. 10 0. പിന്നെ മറ്റേ 1 ബാക്കിയായി. അപ്പോൾ 10 മണിക്കൂർ 49 മിനിറ്റ്. അതൊന്ന് ഉറപ്പിക്കുക. ഒരു സംശയം ഉണ്ടെങ്കിൽ നമുക്ക് തീർത്തിട്ട് മുമ്പോട്ട് പോവാം അല്ലേ? അതെ അതെ അത് വെച്ച് നോക്കണം സാറേ. മോനെ ഇത് വെച്ച് നോക്കട്ടെ. ഇത് എവിടെയോ ഓൺ ചെയ്യണതാണ്. ഇങ്ങനെയാ? അയ്യോ ഇത് കണ്ണി ഇങ്ങനെയാണോ? കേൾക്കുന്നില്ലല്ലോ. ഹലോ 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 ഒരു റിക്വസ്റ്റ് ഉണ്ട്. ആ ഇതിന്റെ ഒരു ഫ്ലോ ചാർട്ട് ഒന്ന് എനിക്ക് കാണിക്കാം. ഇത് കഴിഞ്ഞിട്ട് ഫ്ലോയാ? ഫ്ലോ ചാർട്ട് എനിക്ക് അറിയില്ലല്ലോ സാറേ. ഫ്ലോ ഒരു മിനിറ്റ് ഇതൊന്ന് കഴിയണം. ഇത് കഴിഞ്ഞിട്ടേ കേൾക്കാൻ പറ്റില്ല ഇപ്പം. കൂടുതൽ ശബ്ദം ഉണ്ടോ? കുറക്കണം. ഞാൻ പറഞ്ഞത് സാറേ, ഫ്ലോ ചാർട്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രോസസ് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് അത് എക്സാമ്പിൾ പറയണത്. അത് ജസ്റ്റ് ഇങ്ങനെ ഫ്ലോ ചാർട്ട് എഴുതി എവിടുന്ന് കുറയ്ക്കണം എഴുതി വെച്ചാൽ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ പറഞ്ഞത് എന്താ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ചെയ്തിൽ ഇതിൽ മൈനസ് ചെയ്യണം. അതുപോലെ തന്നെ സൂര്യൻ ഉദിച്ച സമയം എടുക്കണം. അതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ മനസ്സിലായി സാർ ഉദ്ദേശം മനസ്സിലായി. നമ്മൾ വഴിക്കണക്ക് ചെയ്യണ പോലെ പണ്ടത്തെ. അതെ മനസ്സിലായി. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി അപ്പൊ വൃശ്ചികൻ രാശി 1 മണിക്കൂർ 45 മിനിറ്റ് ഉള്ളത് മനസ്സിലായി. ആ വൃശ്ചികൻ രാശിയിൽ നമ്മൾ ആകെയുള്ള 12:34 കുറച്ചു. പിന്നെയും 10:49 വന്നു. ഇത് കുറയ്ക്കണം. ഞാൻ പറഞ്ഞുതരാം. ഈ 34 മിനിറ്റിൽ നിന്ന് 45 മിനിറ്റ് കുറയ്ക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. കുറയ്ക്കണത് എന്തിനാണെന്നാണ് ചോദിച്ചത്. ശരി അതാണ് 34 മിനിറ്റിൽ നിന്ന് 45 മിനിറ്റ് കുറയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഈ 12 മണിക്കൂറിന്ന് ഒന്ന് ഇങ്ങോട്ട് കൊടുത്തു. ഒന്ന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് അല്ലേ നമ്മൾ കൊടുക്കണേ അല്ലേ? 60 മിനിറ്റ് ഇങ്ങോട്ട് കൊടുത്താൽ 60 മിനിറ്റ് 34 മിനിറ്റും കൂടി കൂട്ടുമ്പോൾ എത്രയാവും അല്ലേ? അതായത് ഇവിടുന്ന് ഈ 12 മണിക്കൂറിന്ന് ഒന്ന് ഇങ്ങോട്ട് കൊടുത്തു. അതായത് 1 മണിക്കൂർ ഇങ്ങോട്ട് കൊടുത്തു. 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്രയാ? 60 മിനിറ്റ് അല്ലേ? 60 മിനിറ്റ് അല്ലേ? അപ്പൊ ഈ 60 34 കൂടി കൂട്ടുമ്പം ഇത് 94 മിനിറ്റ് ആയില്ലേ? മനസ്സിലായോ? അപ്പൊ ഈ പിന്നെ നമ്മൾ കുറയ്ക്കേണ്ടത് ഈ 12 മാറി 11 ആയി. കാര്യം 1 മണിക്കൂർ അങ്ങോട്ട് കൊടുത്തില്ലേ? അപ്പൊ ഇങ്ങനെയായി അതിന്റെ കാൽക്കുലേഷൻ. ഇതിൽ നിന്നാണ് നമ്മൾ 1:45 കുറയ്ക്കണത്. ഇനി കുറയ്ക്കാലോ. 4 5 പോകൂല. ഇവിടെ നിന്ന് 1 കൊടുത്തു. അപ്പൊ എത്രയായി? 14 ആയി. 14 5 പോയാ 9 അല്ലേ? ഇവിടെ 8 അല്ലേ ഉള്ളൂ. 9 ഇങ്ങോട്ട് കൊടുത്തു. 8 4 പോയാൽ എത്രയാ? 4 ആയി. ഇവിടെ 11 അല്ലേ ഉള്ളൂ. 11 പോയാ 10 ആയി. മനസ്സിലായില്ലേ? മണിക്കൂറിന്ന് 1 ഇങ്ങോട്ട് കൊടുക്കുമ്പം അത് 60 മിനിറ്റ് ആവും.
കടം പഠിച്ച് ജീവിക്കണം. അതെ അതെ ശരി. ചെറിയ ക്ലാസ് മുതൽ അതാ ആദ്യം പഠിക്കുന്നത്, കടം മേടിക്കാൻ. കടം മേടിച്ച് പഠിച്ചാല് ശരിയാ. ഇതിൽ നിന്നും നമ്മൾക്ക് എന്താ മനസ്സിലായത്? ഈ കുട്ടി ജനിച്ചത് ഈ പറയുന്ന വൃശ്ചികൻ രാശിയിൽ അല്ല. ഇതിലല്ലല്ലോ ഏതായാലും അല്ലാതെ മനസ്സിലായി. അത് തന്നെ. ഇനി ഇങ്ങനെ കിടക്കുക രാശികൾ. അപ്പൊ നമ്മൾ അടുത്ത രാശിയിൽ ഉണ്ടോ എന്ന് നോക്കണം. അടുത്ത രാശിയിലാണോ ഇയാൾ ജനിച്ചത്? അപ്പൊ അടുത്ത രാശി എന്ന് പറഞ്ഞാൽ എത്ര നേരം? 9 മിനിറ്റ്. 9 മിനിറ്റ്. 40 മിനിറ്റ്. അപ്പൊ ധനുവായേ. അപ്പൊ ധനു രാശിയിലും അല്ല ജനിച്ചത്. ഇനി നമുക്ക് മകരം നോക്കാം. 1:56. ഇവിടെ നമുക്ക് പഴയ ട്രിക്ക് ഉപയോഗിക്കാം. എന്താണ്? 40-56 കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യുന്നു? 8 1 മണിക്കൂർ അങ്ങോട്ട് പോകുന്നു. അപ്പോൾ എത്രയായി? 40, 60, 100. 100 ഉണ്ടായിരുന്ന 56 കുറയ്ക്കുക. എത്രയായി? 44. ചെയ്യുന്നുണ്ടോ? പറ്റുന്നുണ്ടോ? 44. അപ്പൊ അവിടുന്ന് 7 1 പോയാൽ എത്ര? 8-ല്ലേ 1 കടമ്പോഴില്ലേ? 7 1 പോയാൽ 6. 6:44. അപ്പൊ മകരവും കഴിഞ്ഞു. അടുത്തത് കുംഭം. കുംഭം എത്രയാ? 1:45. കുംഭം 1:45. ഇനി വീണ്ടും പ്രശ്നമായി. 44 45 കുറക്കാൻ പറ്റില്ല. എപ്പം എന്ത് ചെയ്യും? വീണ്ടും ഒന്ന് കടം കഴിച്ചു. അപ്പൊ എത്ര വന്നു? 5 104. 104-ന് 45 പുറത്ത് എത്ര വരും? 14 5 9. എന്താ? 99. 59. 59. 5-ന് 1 പോയാൽ 4. 4:59 കിട്ടി. അതിന് കിട്ടിയില്ലേ പറയണം. 4:59. കുംഭം കഴിഞ്ഞ് മീനം. മീനം എത്രയാ? 1:43. സൗകര്യം. 9-ന് 3 പോയാൽ 6. 5-ന് 4 പോയാൽ 1. 4-ന് 1 പോയാൽ 3. 3:16 മീനം. മേടം എത്ര ഉണ്ട്? മീനം കഴിഞ്ഞ് മേടത്തിലോട്ട് കഴിഞ്ഞു. മേടം പറയാം എത്ര? 1:50. അപ്പോൾ മേടവും നമുക്ക് കുറക്കാൻ പറ്റും. ഇപ്പോൾ 16-ന് 50 കുറക്കാൻ പറ്റില്ല അല്ലേ? അപ്പോൾ ഒന്ന് വീണ്ടും കടമ അടിച്ചു. അപ്പോൾ എത്രയായി? 60 16 76. 76-ന് 50 കുറക്കുക. അപ്പോൾ എത്ര? 26. 1 മണിക്കൂർ 26 മിനിറ്റ്. 1 മണിക്കൂറും 26. 1 മണിക്കൂറും 26-ന് ഇടവം കുറക്കുക. ഇടവം എത്രയാ? 2:3. അത് കുറക്കാൻ പറ്റുമോ? 2:3. ഇവിടെ നമുക്ക് കുറക്കാൻ പറ്റില്ല. അപ്പൊ ലഗ്നം ഏതായിരിക്കും? ഇടവ ലഗ്നം. മനസ്സിലായത് പ്രശ്നം. അതായത് ഈ മേടത്തിന്റെ രാശിമാനം കൂടി നമ്മൾ കുറച്ചു. ഇതാണല്ലോ മേടം. മേടത്തിന്റെ വരെ നമ്മൾ കുറച്ചു. ഇവിടം വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റി. അതിനുശേഷം ഈ ഇടവം കുറയ്ക്കാൻ നോക്കുകയാണ്. ഇടവം എന്ന് പറയുന്നത് 2 മണിക്കൂറും 3 മിനിറ്റുമാണ്. അപ്പോൾ ഇടവം നമുക്കുള്ള ആകെ ജനിച്ച സമയത്ത് കുറയ്ക്കാൻ നോക്കുമ്പോൾ നമുക്ക് പറ്റുന്നില്ല. കാര്യം 1 മണിക്കൂറും 26 മിനിറ്റേ ബാക്കിയുള്ളൂ. അതിൻ്റെ അർത്ഥം എന്താ? ഈ രാശിയിൽ 1 മണിക്കൂറും 26 മിനിറ്റിലുമാണ് ഈ കുട്ടി ജനിച്ചത്. ഓക്കെ. ഇടവൻ രാശിയിൽ 1 മണിക്കൂറും 26 മിനിറ്റും ചേർന്ന സമയത്താണ് കുട്ടി ജനിക്കുന്നത് ഇല്ലേ? ഇടവൻ രാശി മൊത്തം എത്രയുണ്ട്? 2 മണിക്കൂറും 3 മിനിറ്റും ഉണ്ട്. പക്ഷേ 2 മണിക്കൂറും 3 മിനിറ്റ് കുറയ്ക്കുകയാണെങ്കിൽ പറ്റുകയാണെങ്കിൽ നമുക്ക് മിഥുന രാശിയിലേക്ക് പോകും. അപ്പോൾ ഇടവമാണ് ലഗ്നം. ഇടവത്തിൽ 1 മണിക്കൂറും 26 മിനിറ്റും കഴിഞ്ഞ ആ സെക്കൻഡാണ് കുട്ടി ജനിക്കുന്നത്. 1:26. അത് ഉറപ്പായോ? കൺഫേം ആയോ? ഇനി മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. സാധനമൊക്കെ അവിടെ ഇത് കഴിഞ്ഞിട്ട് പറയാം. 1 മണിക്കൂറും 26 കൺഫ്യൂസ് ആയി പോകും. 1 മണിക്കൂറിലും 26 മിനിറ്റ്. ഇടവൻ രാശി വന്നു. 1 മണിക്കൂർ 26 കഴിഞ്ഞപ്പോൾ ഈ കുട്ടി ജനിച്ചു എന്ന് മനസ്സിലായി. എല്ലാവർക്കും സംശയമില്ല. ഇതിൽ ആർക്കൊന്നും സംശയമുണ്ടോ?
ഉറപ്പായി. അപ്പൊ ഇനി ഇടവൻ രാശിയിൽ 1 മണിക്കൂർ 26 മിനിറ്റ് സമയത്താണ് കുട്ടി ജനിക്കുന്നത്. അപ്പോൾ ഇടവത്തില് കുട്ടി ജനിക്കുന്ന എക്സാക്ട് പോയിന്റ് അതിനാണ് ലഗ്നസ്ഫുടം എന്ന് പറയുന്നത്. 30 ഡിഗ്രിയുള്ള ഒരു രാശിയാണ്. അതിൽ 1 മണിക്കൂറും 26 മിനിറ്റും കഴിഞ്ഞിട്ടാണ് കുട്ടി ജനിക്കുന്നത്. അപ്പോൾ കുട്ടി ജനിക്കുന്നതിന്റെ എക്സാക്ട് പോയിന്റ് എവിടെയാണ്? അതിനാണ് ലഗ്നസ്ഫുടം എന്ന് പറയുന്നത്. അതാണ് നമ്മൾ കണ്ടുപിടിക്കാറ്. നമ്മൾ ലഗ്നസ്ഫുടം കണ്ടുപിടിക്കണം. അപ്പൊ ലഗ്നസ്ഫുടം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരു കാര്യം അറിയാം. എന്താണ്? ഇത് 30 ഡിഗ്രി ആണെന്ന് അറിയാം അല്ലേ? അപ്പം 2 മണിക്കൂറും, അതായത് ഇടവൻ രാശിയിലല്ലേ, 2 മണിക്കൂറും 3 മിനിറ്റും എന്ന് പറയുന്നതാണ് എന്ത്? 30 ഡിഗ്രി അല്ലേ? 2 മണിക്കൂർ 3 മിനിറ്റിനെ നമുക്ക് 2 × 60 പ്ലസ് 3 മിനിറ്റ് എന്ന് എഴുതാലോ. 2 × 60 പ്ലസ് 3 അതാണ് 2 മണിക്കൂർ 3 മിനിറ്റ് അല്ലേ? രണ്ടിനെ നമ്മൾ മിനിറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് 60 കൊണ്ട് ഗുണിക്കുന്നത്. 2 × 60 പ്ലസ് 3 എത്രയായി? 123. സംശയം ഉണ്ടോ? മനസ്സിലായോ? ഈ മണിക്കൂർ ഇത് ഇടവൻ രാശിയുടെ രാശി എത്രയാണ്? 2 മണിക്കൂർ 3 മിനിറ്റ്. ഇപ്പൊ 2 മണിക്കൂറിനെ × 60 മിനിറ്റ് ആക്കാം. 2 × 60 എന്ന് പറഞ്ഞാൽ 120. അതിന്റെ കൂടെ 3 കൂടി കൂട്ടി 123. 123 ഇടവത്തിന്റെ മൊത്തമുള്ളത്. 123 മിനിറ്റ്. 123 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാ? അപ്പൊ ചോദ്യം ഇതാണ്, 123 മിനിറ്റ് കൊണ്ടാണ് 2 മണിക്കൂർ 3 മിനിറ്റ് അല്ല, ഞാൻ പറയാം. 123 മിനിറ്റ് കൊണ്ടാണ് 30 ഡിഗ്രി. അത് സംശയമില്ലല്ലോ. ഓക്കെ, നമുക്ക് കാണേണ്ട എത്രയാ? 1 മണിക്കൂറും 26 മിനിറ്റിലും എവിടെയായിരുന്നു എന്നാണ് നമുക്ക് അറിയേണ്ടത് അല്ലേ? 1 മണിക്കൂറിലും 26 മിനിറ്റിലും, അതല്ലേ നമുക്ക് അറിയേണ്ടത്. അപ്പൊ ഈ 123 മിനിറ്റ് കൊണ്ട് 30 ഡിഗ്രി ആണ് പോകുന്നതെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് ശരിക്കും എത്ര ആയിരിക്കും പോകുന്നത്? 123 മിനിറ്റ് ആയിരിക്കില്ലേ അല്ലേ? 1 മിനിറ്റ് കൊണ്ട് പോണത്. അങ്ങനെയാണെങ്കിൽ 1 മണിക്കൂർ 26 മിനിറ്റ് കൊണ്ട് എത്ര പോകുന്ന അറിയാൻ ഇതിനതുകൊണ്ട് ഗുണിച്ചാൽ പോരെ അല്ലേ? ഗുണിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. എന്താ? ഇത് 1 മണിക്കൂർ 26 മിനിറ്റുമാണ്. ഈ 1 മണിക്കൂറിനെ നമ്മൾ മിനിറ്റ് ആക്കണം, വേണ്ടേ? ഒരു മണിക്കൂർ 26 മിനിറ്റ്. അതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ 60ഉം 26 86. 86 കിട്ടുമോ? 30 × 86 ഡിവൈഡ് ബൈ 123 ആണോ? 30 × 86 ഡിവൈഡ് ബൈ 123. ഇത്രയും മനസ്സിലായോ? ഇതിൽ എവിടെയെങ്കിലും സംശയം? ഏത്? ഈ 86 കിട്ടിയതാണോ? പറഞ്ഞുതരാം. 1 മണിക്കൂർ 26 മിനിറ്റും ആണല്ലോ നമുക്ക് അറിയേണ്ടത്. എത്ര പോയിന്ന്? 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റാ? 60 മിനിറ്റ്. പിന്നെ 26 മിനിറ്റും 60 മിനിറ്റ് 26 മിനിറ്റും കൂടി പറഞ്ഞാൽ 86 മിനിറ്റ് ആയി. അപ്പൊ 86 മിനിറ്റ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിച്ചു എന്നല്ലേ നമുക്ക് അറിയേണ്ടത് അല്ലേ? 86 മിനിറ്റ് കൊണ്ട് 1 മിനിറ്റ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് നമ്മൾ ഈ 30 ഡിവൈഡ് ബൈ 123 എന്ന് പറഞ്ഞത്. ക്ലിയർ ആയോ? ഇല്ലെങ്കിൽ ഒന്നുകൂടി പറയണോ? ഒന്നുകൂടി പറയാം. അതായത് ഈ ഇടവൻ രാശി എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, 2 മണിക്കൂർ 3 മിനിറ്റും ആണ് ഉള്ളത് നമുക്കറിയാം. എത്ര ഡിഗ്രിക്ക് വേണ്ടി അല്ലേ? അപ്പൊ 2 മണിക്കൂറും 3 മിനിറ്റും കൊണ്ട് 30 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പം നമ്മൾ ഈ സൗകര്യാർത്ഥം ഇത് രണ്ട് യൂണിറ്റ് അല്ലേ, ഒന്ന് അവറാണ് ഒന്ന് മിനിറ്റുമാണ്. അപ്പം ഒറ്റ യൂണിറ്റിലോട്ട് മാറ്റി 2നെ മിനിറ്റ് ആക്കിയപ്പോൾ എന്ത് പറ്റി? ഈ 2നെ 60 കൊണ്ട് ഗുണിച്ചു മിനിറ്റ് ആക്കാൻ വേണ്ടി. 3 മിനിറ്റിനെ 3 മിനിറ്റ് ആയിട്ട് തന്നെ നിർത്തി. അപ്പോൾ 2 × 60 പ്ലസ് 3 മിനിറ്റ് = 30 ഡിഗ്രി. അതിൽ സംശയമില്ലല്ലോ. അത് 123 മിനിറ്റ് = 30 ഡിഗ്രി അല്ലേ? അപ്പം 123 മിനിറ്റ് കൊണ്ടാണ് ഈ 30 ഡിഗ്രി ട്രാവൽ ചെയ്യണത്. അങ്ങനെയാണെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് ട്രാവൽ ചെയ്യുന്ന ദൂരം എങ്ങനെ കണ്ടുപിടിക്കും അല്ലേ? 30/123 എഴുതി കഴിഞ്ഞാൽ 1 മിനിറ്റ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം കാണുമല്ലോ. അപ്പോൾ 1 മിനിറ്റ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം കിട്ടി. നമുക്ക് കാണേണ്ടത് 1 മണിക്കൂറും 26 മിനിറ്റും കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ്. ഇവിടെ 2 യൂണിറ്റ് അല്ലേ ഇത്? 26 മിനിറ്റ്. 1 മണിക്കൂർ നമ്മൾ സിംഗിൾ യൂണിറ്റിലോട്ട് മാറ്റണ്ടേ? 1 മണിക്കൂർ നമ്മൾ 60 മിനിറ്റിലോട്ടാക്കി, 26 മിനിറ്റ് അതിനോട് കൂട്ടി. അപ്പോൾ 86 മിനിറ്റ് ആയില്ലേ? അപ്പോൾ 1 മിനിറ്റ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം 30 ഡിവൈഡ് ബൈ 123 ആണെങ്കിൽ
ഈ പറഞ്ഞ 86 മിനിറ്റ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം കാണണമെങ്കിൽ ഇതിനോട് 86 ഗുണിച്ചാൽ പോരെ? ഓക്കെ അല്ലേ? കിട്ടിയില്ലേ? 1 മിനിറ്റ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം അറിയാം എങ്കിൽ 86 മിനിറ്റ് കൊണ്ട് എന്തോരം സഞ്ചരിക്കുന്ന 86 അതുകൊണ്ട് ഗുണിച്ചാൽ മതി. ഓക്കെ, അതുകൊണ്ടാണ് ഇത് ഇവിടെ എഴുതിയത്. ഓക്കെ, ഈ 86 വന്നത് ഞാൻ ഈ 1/26നെയാണ് 1 × 60 + 26 ആക്കിയേക്കണം. 30/123 × 86 എത്ര കിട്ടും? 86 × 30 ചെയ്യാം. 86നെ 30 കൊണ്ട് ഗുണിക്കുക. 2580 കിട്ടിയ 30 കൊണ്ട് 86നെ ഗുണിക്കുക. 86 × 30 = 2580 അല്ലേ? ഞാൻ ഗുണിച്ചില്ല, അവിടെ ഗുണിച്ച് റിസൾട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞ തെറ്റാണോ പറയാം? 2580 ÷ 123 ഇല്ലേ? 20.97. അല്ല, അതില് മറ്റേ സാധനം എടുക്കണം. 123 എത്ര പ്രാവശ്യം 258 പോകുന്നു നോക്കണം അല്ലേ? അതെ, 2 പ്രാവശ്യം പോകണമെങ്കിലോ 246. 241 ചെയ്തു. എനിക്കറിയില്ല, അവിടെ ചെയ്തു. എല്ലാവരും മൊബൈലിൽ വെച്ചിട്ട് 2580 123 എത്ര പ്രാവശ്യം പോകുന്നതാണ് നോക്കുന്നത്. അപ്പോൾ 258 123 എത്ര പ്രാവശ്യം പോകും? 2 പ്രാവശ്യം പോകും. അപ്പോൾ 258 ഡിവൈഡ് ബൈ 146 കുറച്ചാൽ കിട്ടുന്ന 6 പോയാൽ 2, 5 ന് 4 പോയാൽ 120. 120/123 ഇപ്പോഴത്തെ പോയിന്റ് 20.9 വരും. 20.9. 20.9. ഈ 20.9 തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കിട്ടിയത്, ഓർക്കുന്നുണ്ടോ? അതിൽ ചെറിയൊരു മാറ്റമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു 9 × 60 നോക്കണം. ഓക്കെ, അപ്പോൾ എന്താ പ്രത്യേകം വെച്ച് കഴിഞ്ഞാൽ 20.9 ഇതിനെ ഈ 9.9 എന്ന് പറഞ്ഞാൽ ഡിഗ്രിയിലാണല്ലോ, ഡിഗ്രിയിൽ. അപ്പോൾ അതിനെ നമ്മൾ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമുക്ക് മിനിറ്റിലോട്ട് ആക്കാം. അപ്പോൾ 20.54 കിട്ടും. ശരിയല്ലേ? 56ആണോ? അല്ല, 54 അല്ലേ? 54 കിട്ടും. 20 ഡിഗ്രി 54 മിനിറ്റിലാണ് കുത്തിയിരിക്കുന്നത്. അതെ, 0.9 ആണ്. 0.9 × 60 മിനിറ്റ് ആക്കുക. അതായത് 0.9 എന്ന് പറയുന്നത് നമ്മൾ ഈ 10ന്റെ യൂണിറ്റ്സിലാണ് അത് പറയണത്. ഓക്കെ, അതുകൊണ്ടാണ് ഈ 9 വരുന്നത്. ഇത് നമ്മൾ മിനിറ്റിന്റെ യൂണിറ്റിലോട്ട് മാറ്റുമ്പോൾ 54 ആവും. ഇത് രണ്ടും ഒന്നും. ഇത് ഇത്രയും സാറ് ചിന്തിച്ചാൽ ഇത്രയും ചിന്തിക്കണ്ടേ? 20.9 വന്നല്ലോ, ഇതിന് 21 എടുക്കാം. 20.54 വന്നില്ലേ? 54 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എത്ര യൂണിറ്റ് ഉണ്ട് അടുത്ത ഡിഗ്രിയിലോട്ട്? 6 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ 20.54 നിങ്ങൾക്ക് വേണമെങ്കിൽ 21 എടുക്കാം. മനസ്സിലായോ? എക്സാക്ട്ലി എടുക്കാം, അല്ലെങ്കിൽ 21 എടുക്കാം. ഈ എക്സാക്ട് എടുക്കണം എന്തിനാണെന്നറിയോ? നമുക്ക് നവാംശം എടുക്കുമ്പോൾ ഈ സാധനം വേണം ആ യൂണിറ്റിലോട്ട്. അത് രണ്ടും ഒരു യൂണിറ്റിലോട്ട് മാറ്റാൻ വേണ്ടിയാണ് ചെയ്തത്. ഓക്കെ, നമ്മൾ എടുക്കുന്നത് എപ്പോഴും നല്ലത് 20.54 എടുക്കുന്നതാണ് നല്ലത്. എന്നാലും നവാംശം എടുക്കുമ്പോൾ തെറ്റിപ്പോലെ. പറഞ്ഞു ഞാൻ പറയാം. ഈ 20.9 എന്ന് പറഞ്ഞില്ലേ? 20 ഞാൻ പറയാം. 20.9 20 എന്ന് പറയണത് എന്താ? ഡിഗ്രി അല്ലേ? അല്ലേ? 0.9 എന്ന് പറയണത് എന്താ? അതും ഡിഗ്രി അല്ലേ? 0.9 ഡിഗ്രി അല്ലേ? നമ്മളിവിടെ മുഴുവൻ കണക്ക് പറയണത് ഡിഗ്രി മിനിറ്റിലല്ലേ? അപ്പൊ 0.9 എന്ന് പറഞ്ഞാൽ ഈ ഡിഗ്രീനെ നമുക്ക് മിനിറ്റ് ആക്കി മാറ്റണ്ടേ? 0.9 ഡിഗ്രി എന്ന് പറഞ്ഞ ഒരളവില്ല, മിനിറ്റേ ഉള്ളൂ. 60 മിനിറ്റ് ആണ് ഒരു ഡിഗ്രി. 60 മിനിറ്റ് ആണ് ഒരു ഡിഗ്രി. ഓക്കെ, അപ്പൊ 0.9 ഡിഗ്രി എത്ര മിനിറ്റ് ആണെന്ന് നോക്കണം. അത് നോക്കണമെങ്കിൽ എന്ത് ചെയ്യും? ഈ 0.9നെ നമ്മൾ 60 കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പം നമുക്ക് 54 കിട്ടും. ഓക്കെ, അപ്പോൾ 20 ഡിഗ്രി 54 മിനിറ്റ് എന്ന് പറയും. 20/54 കല എന്നാണ് പറയുന്നത് കേട്ടോ. രാശിയില് ലഗ്നം സഞ്ചരിച്ചത് ലഗ്നം നിൽക്കുന്നത് 20 ഡിഗ്രി 54 മിനിറ്റിലാണ് നിൽക്കുന്നത്. ഇടവൻ രാശിയുടെ ദൈർഘ്യം 30 ഡിഗ്രിയാണ്. 30 ഡിഗ്രിയിൽ നമ്മളുടെ ലഗ്നം നിൽക്കുന്നത് 20:54. അതിനാണ് ലഗ്നസ്ഫുടം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇടവൻ രാശി എന്ന് പറഞ്ഞെങ്കിൽ മേടൻ രാശി കഴിഞ്ഞു 30 ഡിഗ്രി കഴിഞ്ഞു. അപ്പോൾ
ഇപ്പം എന്താ പറയുക 1s ഒരു ഡിഗ്രി ഒരു രാശി കഴിഞ്ഞിട്ട് അടുത്ത രാശിയിൽ 20:54 ലഗ്നം തെറ്റുന്നത്. മേടം എന്ന് പറഞ്ഞാൽ ഒരു രാശി 30 ഡിഗ്രി, ഇടവെന്ന് പറഞ്ഞാൽ 2 രാശി, അങ്ങനെ ഒരു രാശി കഴിഞ്ഞ് രണ്ടാമത്തെ രാശിയിൽ 20:54 ലഗ്നം തെറ്റുന്നത്. ഇപ്പൊ മിഥുനത്തിലാണ് ലഗ്നം നിൽക്കുകയാണ് എന്ത് പറയും? ലഗ്നം മിഥുനത്തിലാണ് നിൽക്കുകയാണ് എന്ത് പറയും? 2s എന്ന് പറയും, 2 രാശി കഴിഞ്ഞപ്പോൾ. കർക്കിടകത്തിലാണെങ്കിൽ 3s എന്ന് പറയും. ഒരു പൂർണ്ണമായിട്ട് ഒരു രാശി കഴിഞ്ഞിട്ട് അതാണ് 1s. ഒരു രാശി കഴിഞ്ഞു രണ്ടാമത്തെ രാശിയിൽ 20:54. ഇനി 2s എന്ന് പറഞ്ഞാൽ 2 രാശി കഴിഞ്ഞു മൂന്നാമത്തെ രാശി, 3s എന്ന് പറഞ്ഞാൽ 3 രാശി കഴിഞ്ഞു നാലാമത്തെ രാശി. പൂർണ്ണമായ രാശിയിലാണ് s എന്ന് പറയുന്നത്, പൂർണ്ണമായിട്ട്. ഇവിടെ ചിലർക്ക് വരുന്ന കൺഫ്യൂഷൻ എന്ന് അറിയോ, ഇടവത്തിലല്ലേ നിൽക്കണേ അപ്പൊ 2s എന്ന് പറയണ്ടേന്നൊക്കെ തോന്നിപ്പോവും. അങ്ങനെ തോന്നരുത്. നമ്മൾ പറയുന്ന അളവ് ഈ ഗ്രഹം പിന്നിട്ട ദൂരമാണ്. ഓക്കെ, ആ പിന്നിട്ട ദൂരം പറയാൻ ഈ ഫസ്റ്റ് ഇത് 1s എന്ന് പറയുന്നത് ഫസ്റ്റ് സൈനാണ്. ഞാൻ ആദ്യം പറഞ്ഞവർക്കുണ്ടാവും, ഒന്നാമത്തെ സൈൻ ഏതാണെന്ന് നമുക്ക് അറിയണം മേടം, രണ്ടാമത്തെ സൈൻ എന്ന് പറഞ്ഞാൽ ഇടവാണെന്ന് അറിയണം, എട്ടാമത്തെ സൈൻ എന്ന് പറഞ്ഞാൽ വൃശ്ചികമാണെന്ന് നമുക്ക് അറിയണം. ഓക്കെ, ഫസ്റ്റ് സൈൻ പിന്നിട്ടല്ലോ, കഴിഞ്ഞു 20 ഡിഗ്രി കഴിഞ്ഞു, 54 മിനിറ്റിൽ എത്തി നിൽക്കുകയാണ്. അങ്ങനെയാണ് പറയുന്നത് കേട്ടോ. അപ്പം ഈ രണ്ടാമത്തെ രാശിയിലാണെങ്കിൽ ഫസ്റ്റ് സൈനാണ് കഴിഞ്ഞത്, മൂന്നാമത്തെ രാശിയിലാണെങ്കിൽ സെക്കൻഡ് സൈനാണ് കഴിഞ്ഞത്. നിൽക്കുന്ന രാശി എടുത്ത് എഴുതരുത്. ഞാനൊരു സംശയം ചോദിക്കട്ടെ, മീനത്തിലാണ് ലഗ്നം നിൽക്കുക എന്ന് പറയുന്നത്, നമ്മൾ എന്ത് പറയും? മീനത്തിലാണ് ലഗ്നം നിൽക്കുന്നത്, അപ്പൊ എന്ത് പറയും? എത്ര s എന്ന് പറയും? എല്ലാവരും ആലോചിക്കും. 11s എന്ന് പറയുമോ? പറയും 11s. പറഞ്ഞു അവ അത്രയും കഴിഞ്ഞു. നടുവിലാണ് ലഗ്നം നിൽക്കുകയാണ് എന്ത് പറയും? 8s ഇല്ലേ? 8 രാശി കഴിഞ്ഞു, 9ാമത്തെ രാശി. ഇത് മനസ്സിലായ എല്ലാവർക്കും? കംപ്ലീറ്റ് ആയ s, ബാക്കിയുള്ളത് അതിനകത്ത് ഇടവത്തിൽ ഇത്ര. 0 മേടത്തിലാണ് 0. അത് കൊള്ളാം. മേടത്തിലാണ് 0. മേടം കൂടുതലായിട്ടില്ല, മേടത്തിലാണ് ലഗ്നം നിൽക്കുന്നത്. അപ്പൊ മേടത്തിന് 20:54. അല്ല, അത് വേറെ സാറേ. ഇത് ജന്മചിത്രം ചന്ദ്രന്റെ കാര്യത്തില. ഇത് ലഗ്നമാണ്. ലഗ്നം എന്ന് പറഞ്ഞാൽ ജനിച്ച സമയമാണ്, ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ജനിച്ച കൂറാണ്. അതിനെപ്പറ്റി നമ്മൾ പോയിട്ടില്ല. നമുക്ക് ചന്ദ്രന് ധനുരാശിയിൽ നിൽക്കുന്നത് മാത്രം മൂല നക്ഷത്രമെന്ന് പഞ്ചാംഗം നോക്കി കണ്ടുപിടിച്ചു. പക്ഷെ മൂലം എത്ര സഞ്ചരിച്ചു എന്ന് കണ്ടുപിടിക്കണം. അതിനാണ് ചന്ദ്രസ്ഫുടം എന്ന് പറയുന്നത്. അത് നമ്മൾ ചെയ്യാൻ പോണേ ഉള്ളൂ. ഇതാദ്യം ഒന്ന് ഉറച്ചു കഴിഞ്ഞിട്ട് അടുത്തതിലേക്ക് പോകുന്നതല്ല. ഇത് പിടികിട്ടിയ നമ്മൾ 3 കാര്യം പഠിച്ചു. ജനിച്ച മാസം ഏതാണ്? സൂര്യൻ എന്നാ മറക്കരുത്, രവി, വൃശ്ചികത്തില്. ജനിച്ച കൂറ് നമ്മൾ കണ്ടുപിടിച്ചു, ധനു, ചന്ദ്രൻ മൂല നക്ഷത്രമായത് ധനുവിൽ പോയി. ഇനി ലഗ്നം നമ്മൾ കണ്ടുപിടിച്ചു, ജനിച്ച സമയം കണ്ടുപിടിച്ചു, ഇടവ ലഗ്നമാണ്. അപ്പോൾ ഇടവ ലഗ്നം എന്ന് പറഞ്ഞാൽ സൂര്യൻ നിൽക്കുന്നതിൻ്റെ എത്രാമത്തെ രാശിയാണ് ഇടവ ലഗ്നം? സൂര്യൻ നിൽക്കുന്നതിൻ്റെ 7ാമത്തെ രാശി. അപ്പം നല്ലതാണോ ചീത്തയാണോ? സൂര്യൻ നിൽക്കുന്നതിൻ്റെ 7ലാണ് ലഗ്നം നിൽക്കുന്നത്, നല്ലതല്ലേ? അത് നമ്മൾ പറയാൻ പോണേ ഉള്ളൂ, ആ ലെവലിലെത്തില്ല, എത്താൻ പോണേ ഉള്ളൂ. എന്താ ഇപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ലഗ്നാധികൻ എന്ന് പറയുന്ന ആരാ? ലഗ്നം നിൽക്കുന്ന ഇടവരാശിയിലാണ്. ലഗ്നാധികൻ എന്ന് പറയുന്ന ആരാ? ചന്ദ്രനെ പറയല്ലേ സാർ, ലഗ്നത്തിന്റെ കാര്യം പറയും. ലഗ്നാധിപൻ ഇവിടെ ആരാണ്? ലഗ്നം നിൽക്കുന്ന ഇടവത്തിലാണ്. ലഗ്നത്തിന്റെ അധിപൻ ആരാണ്? ഇടവത്തിന്റെ അധിപൻ ആരാണ്? പറയൂ. പറയൂ സാറേ, ഇടവരാശിയുടെ അധിപൻ വീട്ടുകാരനാരാ? ഇടവത്തിലൊരു വീട്ടുകാരനുണ്ട്, അതുപോലെ എല്ലാരും പറയും. എല്ലാവരും ശുക്രൻ. ഇപ്പൊ ലഗ്നാധിപൻ എന്ന് പറയുന്നത് ശുക്രനാണ്, ഇല്ലേ? ലഗ്നമാണ് നമ്മുടെ ജാതകത്തില് അല്ലേ സീമ 1 എന്ന് എടുക്കുന്നത്. 1ാം ഭാവം എന്ന് പറയുന്നത് ലഗ്നം നിൽക്കുന്ന രാശിയുടെ 1ാം ഭാവം എന്ന് പറയുന്നത്. അപ്പൊ 1ാം ഭാവത്തിന്റെ അധിപൻ, ഇടവൻ രാശിയുടെ അധിപൻ ശുക്രനാണ്. 2ാം ഭാവത്തിന്റെ അധിപൻ ആരാണ്? പറഞ്ഞോളൂ. 2ാം ഭാവത്തിന്റെ അധിപനാണ്. 2 ഭാവം എന്ന് പറഞ്ഞാൽ മിഥുനം. മിഥുനത്തിന്റെ അധിപൻ ആരാണ്? ബുധൻ. 3ാം ഭാവം ആരാണ്? ചന്ദ്രൻ. അപ്പൊ 3ാം ഭാവത്തിന്റെ അധിപൻ ചന്ദ്രനാണ്. 4ാം ഭാവത്തിന്റെ അധിപൻ ആരാണ്? സൂര്യൻ. 5ന്റെ അധിപൻ ബുധൻ. 6ന്റെ അധിപൻ ലഗ്നത്തിന്റെയും 6ന്റെ അധിപൻ ഒരാളാണ്, അല്ലേ? 7ന്റെ അധിപൻ കുജൻ. 8 ഗുരു. 9
9ഉം 10ഉം ശനി. 9, 10. അത് അപ്പൊ ഇത്രയും മനസ്സിലായോ? ലഗ്നമാണ് നമ്മുടെ സ്റ്റാർട്ടിങ് പോയിന്റ്. ഒരു ജാതകം നോക്കുന്ന സമയത്ത് ലഗ്നത്തിന് നമ്മൾ പറയുന്നത് 1ാം ഭാവം. പിന്നെ അതിന്റെ ക്ലോക്ക് വരുന്നത് 2ാം ഭാവം, 3ാം ഭാവം വരെ 12 ഭാവങ്ങൾ. 1ാം ഭാവത്തിൽ ഞാൻ ജനിക്കുകയാണെങ്കിൽ 12ാം ഭാവത്തിൽ എൻ്റെ നാശമാണ്. എൻ്റെ നാശം എന്ന് പറഞ്ഞാൽ നമ്മൾ ജനിച്ചു, ഈ ഭൂമിയിൽ നമ്മൾ ജനിച്ച സമയമാണ് 1ാം ഭാവം എന്ന് പറയുന്നത്. അങ്ങനെ 2ാം ഭാവം, 3ാം, ഓരോ ഭാവത്തിനും ഓരോ കാലഘട്ടവും ഉത്തരവാദിത്തങ്ങളുണ്ട്. എല്ലാ ഉത്തരവാദിത്തവും കഴിഞ്ഞു 12ാമത്തെ രാശി ആകുമ്പോഴത്തേക്ക് അവിടെ തീർന്നു. അതിന് പറയുന്നത് നാശസ്ഥാനം. ലഗ്നം നമ്മൾ ജനിച്ചു, 12 നമ്മൾ നശിച്ചു. അപ്പം നാശസ്ഥാനം എന്നാ പറയുന്നത്. ഒരു ചെറിയൊരു പിടി കിട്ടുക. ലഗ്നാധിപൻ, ലഗ്നം നിൽക്കുന്ന രാശിയുടെ അധിപൻ ലഗ്നാധിപൻ. 1ാം ഭാവത്തിന്റെ അധിപനാണ് ശുക്രൻ, 2ാം ഭാവത്തിന്റെ അധിപനാണ് ബുധൻ, 3ാം ഭാവത്തിന്റെ അധിപനാണ് ചന്ദ്രൻ, 4 സൂര്യൻ, 5 ബുധൻ, 6 ശുക്രൻ, 7 ചൊവ്വ, 8 ഗുരു, 9 10 ശനി, 11 ഗുരു, 12 കുജൻ ഇല്ലേ? അപ്പൊ അങ്ങനെ 12 ഭാവങ്ങളാണ്. അത് ഇത് ഗ്രഹനിലയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനെ നമ്മൾ 9ആയിട്ട് വായിക്കുന്ന സമയത്താണ് നവാംശം എന്ന് പറയുന്നത്. അങ്ങനെ പല ലെവലിൽ നമുക്ക് വായിക്കാം. നമുക്ക് ആവശ്യം ഈ രാശി ചാർട്ട്, പിന്നെ ഭാവ ചാർട്ട്, പിന്നെ നവാംശ ചാർട്ട്, ഇത്രയും ചാർട്ട് കൊണ്ട് നമുക്ക് ജാതകം പിടിക്കും. ഇതൊക്കെ ഇവിടെ പഠിപ്പിക്കും. ഇപ്പൊ ലഗ്നത്തിന്റെ കാര്യത്തിൽ ഇന്നൊരു ഹോംവർക്ക് തരും. അടുത്ത ക്ലാസ്സിൽ ആ ഹോംവർക്ക് ചെയ്ത് കൊടുക്കണം. ഇല്ലേ? അത് ഇന്നത്തെ ആയിക്കോട്ടെ. ഹോംവർക്ക് എഴുതി കൊടുക്കുന്നത് ഇത് വായിച്ചോട്ടെ. എല്ലായിടത്തും വായിക്കട്ടെ. അല്ല ഇത് മാത്രം വായിക്കട്ടെ. സ്ഫുടം കണ്ടുപിടിച്ചത് വായിച്ചോട്ടെ. ഹോംവർക്ക് ഇന്നത്തെ ഡേറ്റ് കൊടുത്താൽ പോരെ? ഇന്നത്തെ തീയതി 30 നവംബർ 30/11/2025. കുട്ടി എത്ര മണിക്ക് രാവിലെ ജനിച്ചോട്ടില്ലേ? പെട്ടെന്ന് തീർക്കാം. ഇത് സാറേ ഈ സമയം കൊടുത്തു സാറേ. സാറേ ഇപ്പോഴത്തെ സമയം, ഇപ്പോഴത്തെ സമയം ഇപ്പോഴത്തെ സമയം 12 മണി. 12:01. 12:01. കുട്ടി ജനിക്കുന്ന 12:01. ഇപ്പൊ ഹോംവർക്ക് ചെയ്യാണ്, ഞാനും ചെയ്യാം, എല്ലാവർക്കും ചെയ്യാം. ഇവിടെ ചെയ്യാൻ പോവാണ് ഇപ്പം. ചെയ്യണം. ആണോ? ഓക്കെ. പറ്റില്ല, ഈ പരിപാടി വണ്ടിയോടില്ല. ഞാനോ? ഞാനും ചെയ്യണോ? എല്ലാരും ചെയ്യണ്ട. വീട്ടിൽ പോയാൽ ആരും ചെയ്യില്ല. ഇവിടെ തന്നെ ചെയ്യണം. 30 നവംബർ 2025. അതിന്റെ ഈക്വലന്റ് മലയാളം എത്രയാ? 30 നവംബർ 2025. 30 നവംബർ 2025 മലയാള മാസം 14. വൃശ്ചികം. ഹലോ, നമസ്കാരം. ഞാനത് കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് വിളിച്ചാൽ മതിയാവും. ആ ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞോളാം. ശരി ശരി, നമസ്കാരം. ഗോവന്തി ചേച്ചി ഇന്ന് വരുമെന്ന് പറഞ്ഞിരുന്നു. വരാൻ പറ്റിയില്ല. അപ്പൊ എന്തായി? മലയാളം 14 വൃശ്ചികം 1201. 14 വൃശ്ചികം. 14 വൃശ്ചികം കിട്ടിയ എവിടെയാ? പഞ്ചാംഗം നോക്കി കഴിഞ്ഞാൽ 30 നവംബർ 30-ാം തീയതി മലയാള മാസം 14. 14 മാസം കഴിഞ്ഞിട്ട് 14 കഴിഞ്ഞ് തൊട്ടടുത്ത് രാന്ന് എഴുതിയിട്ടുണ്ട്. രവി, അത് രവിവാരം. തൊട്ടടുത്ത് ഊന്ന് എഴുതിയിട്ടുണ്ട്. ഊന്ന് പറഞ്ഞാൽ എന്താ? അല്ല, നക്ഷത്രമാണ്. പൂന്ന് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ ഉത്രം. പൂരം, ഉത്രം,
അല്ലല്ല, പൂരട്ടാതി ഉത്രട്ടാതി. ഇന്ന് ഉത്രട്ടാതിയാണ്. അത് താഴെ കാര്യം കൂടെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. പൂരട്ടാതി എന്താ ഏതാ പേജ് നമ്പർ 48. നവംബർ മാസം ആദ്യത്തെ കുളത്തില് നവംബറിനാണ് അവിടെ 30. മൂന്നാമത്തെ കുളത്തില് മലയാള മാസത്തിനിടയിൽ 14 കണ്ടോ? അതിന്റെ തൊട്ടടുത്ത് രാന്ന് എഴുതിയിട്ടുണ്ട്. രാന്ന് പറഞ്ഞാൽ രവിവാരം. തൊട്ടടുത്ത് ഊന്ന് എഴുതിയിട്ടുണ്ട്. ഊന്നിന്റെ തൊട്ട താഴെ രേന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഉത്രട്ടാതി രേവതി. ഊരിന്റെ തൊട്ട മേലെ പൂന്നുണ്ട്. അപ്പൊ പൂരുട്ടാതി ഉത്രട്ടാതി രേവതി. അപ്പൊ ഇന്ന് ഉത്രട്ടാതിയാണ്. അത് എത്ര നാഴിക എത്ര വിനാഴിക? 47 നാഴിക 2 വിനാഴിക. ഉത്രട്ടാതി 47 നാഴിക 2 വിനാഴിക. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഈ ഉത്രട്ടാതി നക്ഷത്രം എത്ര സമയം വരെ ഇന്നുണ്ടാവുമെന്ന് പറയാൻ പറ്റുമോ? ഇന്നത്തെ ഉദയം എത്രയാ? ഇന്നത്തെ ഉദയം എത്ര മണിക്കാ? 27 നാഴിക 47 നാഴിക 2 മിനിറ്റ് വരെ ഉത്രട്ടാതി. 47 ഉത്രട്ടാതി 47 നാഴിക 2 വിനാഴിക. ഇന്നത്തെ ഉദയം പറയാം. അപ്പൊ എത്ര സമയം വരെ ഇന്ന് ഉത്രട്ടാതി ഉണ്ട്? ഒരു കുട്ടി ജനിച്ചു ഇന്നത്തെ നാളെ എന്താന്ന് വെച്ചാൽ എന്ത് പറയും? രാവിലെ ഉത്രട്ടാതിയാണ്. അത് എത്ര സമയം വരെ ഉണ്ടെന്ന് ചോദിക്കട്ടെ? അല്ലെ രേവതി ആയി പോകും. ഉത്രട്ടാതിയാണത് രേവതിയാണോ നമ്മൾ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? ഇന്ന് ഇന്നത്തെ ഉദയം പറഞ്ഞുതരാം. ഉദയം പേജ് എന്താ സാറേ? അപ്പൊ ഞാൻ തൽക്കാലം ഇപ്പൊ പറഞ്ഞുതരാൻ അതെടുത്തു പേജ് പറഞ്ഞുതരാം. ഇന്ന് 6 മണി 3 മിനിറ്റിനാണ് ഉദയം. 6 മണി 3 മിനിറ്റിന് ഉദയമാണ്. 47 നാഴിക 2 വിനാഴിക. 47 നാഴിക എന്ന് പറയുമ്പോൾ എത്ര മണിക്കൂറാവും? 47 നാഴിക 2 വിനാഴിക വരെ ഉത്രട്ടാതി നക്ഷത്രം ഉണ്ടെന്ന് ഇല്ലേ? പഞ്ചാംഗത്തിന് 48ാമത്തെ പേജ്. അപ്പൊ 40 നാഴിക എന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂറാ? ഇല്ലേ? 16 മണിക്കൂർ. 40 നാഴിക ഈസിക്വൽ ടു 16 മണിക്കൂർ. പിന്നെ 7.5 നാഴിക എന്ന് പറഞ്ഞാൽ 3 മണിക്കൂർ. 7 നാഴിക എന്ന് പറഞ്ഞാൽ എത്രയാ? 5 നാഴിക എന്ന് പറഞ്ഞാൽ 2 മണിക്കൂർ ഇല്ലേ? അപ്പൊ 16ന്റെ കൂടെ 5 നാഴിക കൂട്ടി. പിന്നെ ബാക്കി 2 നാഴിക എന്ന് പറഞ്ഞാൽ 48 മിനിറ്റ്. പിന്നെ 2 വിനാഴിക 2 വിനാഴിക 1 മിനിറ്റ്. അപ്പോൾ 1 മിനിറ്റ് കൂട്ടാം. 2 വിനാഴികയല്ലേ 1 മിനിറ്റ് കൂട്ടാം. 8 1 9 49 16 2 18 18 മണിക്കൂർ 49 മിനിറ്റ്. അപ്പോൾ വൈകുന്നേരം 6:49. 6 മണി 49 മിനിറ്റ് വരെ ഉത്രട്ടാതി നക്ഷത്രമാണ്. ഒന്ന് കൂട്ടി നോക്കുക. ഞാൻ പറഞ്ഞിട്ട് ശരി ഞാൻ വരുമ്പോൾ തെറ്റ് പറഞ്ഞിരുന്നു. രാവിലെ അത് ചെയ്ത് കഴിഞ്ഞു. ഇത് പഠിച്ചിട്ടായിരുന്നു. 6 മണി 18 മണി എന്ന് പറഞ്ഞാൽ എത്ര? 6 മണി റെയിൽവേ ട്രെയിൻ. 6 മണി 49 മിനിറ്റ് വരെയാണ് ഇന്ന് ഉള്ളത്. അപ്പോൾ ഇന്ന് ഇവിടുന്ന് പോകുന്ന ഒരാൾ വീട്ടിലെത്തിയിട്ട് രാത്രി 8 മണിക്കൊരു കുട്ടി ജനിച്ചെന്ന് പറഞ്ഞാൽ ഉത്രട്ടാതി എന്ന് പറയും. എന്താ പറയുക? ഉത്രട്ടാതി കഴിഞ്ഞ അടുത്ത നക്ഷത്രം എന്താ? രേവതി. അപ്പോൾ വീട്ടിൽ നിന്ന് ജ്യോതിഷം പഠിക്കാൻ തരുന്ന ആളാണ്. നമ്മൾ വൈകുന്നേരം വീട്ടിൽ പോയി രാത്രി 8 മണിക്ക് ഒരാൾ ഫോൺ ചെയ്ത് ചോദിക്കുന്നു, 8 മണിക്ക് എൻ്റെ കുട്ടി ജനിച്ചു, എന്താ നക്ഷത്രം ഒന്ന് പറഞ്ഞു തരണം. അപ്പോൾ നമുക്ക് പറയാം ഉത്രട്ടാതിക്കാണ് അടി കിട്ടും. എവിടുന്നാണ് ജ്യോതിഷം പഠിച്ചതെന്ന് വെച്ചാൽ അടി എൻ്റെ പുറത്ത് വരും, അല്ലെങ്കിൽ സുമേഷിൻ്റെ പുറത്ത് വരും. ഞങ്ങളെയാണ് ആൾക്കാരും അത് തല്ല. അപ്പം ഞങ്ങളെ തല്ല് കൊള്ളിക്കാതിരിക്കണമെങ്കിൽ ഇത് പഠിച്ച് ശ്രദ്ധിക്കണം. വൈകുന്നേരം 5 മണിക്ക് കുട്ടി ജനിച്ചാൽ എന്ത് പറയും? ഉത്രട്ടാതി. ഉത്രട്ടാതി എന്താ 4-ാം ഭാഗം എന്ന് പറയാം. തീരാൻ പോവാം. ഒരു നക്ഷത്രത്തിൻ്റെ ദൈർഘ്യം എത്രയാ? 60 നാഴിക. അല്ലെങ്കിൽ അപ്പോൾ 47 നാഴിക വരെ കഴിഞ്ഞു. എന്നിട്ടാണ് കുട്ടി ജനിച്ചത്.
ഇപ്പോൾ ഉത്തരട്ടാതി ഏതാണ്ട് തീരാറാകുന്ന സമയത്താണ് ജനിച്ചത്. അപ്പോൾ ഇത്രയും ചെയ്തതിൽ സംശയമുണ്ടോ സാറേ? ഇവിടെ സംശയം തോന്നിയില്ല ഉണ്ടല്ലേ? പറഞ്ഞെടുത്തോളൂ. ശരിയായിട്ടില്ല വോട്ടിൻ്റെ ഇല്ല, അത് നമുക്ക് നക്ഷത്രത്തിന്റെ പറഞ്ഞു കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് കൊടുത്തോളൂ. പ്രായം എത്ര? പ്രായം ആളുകൾക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ എന്താ അറിയോ, മലയാളം അവർക്ക് അറിയില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ മലയാളത്തിൽ എഴുതുന്നതും പറയുന്നതൊക്കെ എഴുതുന്നതൊന്നും കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാനിവിടെ എഴുതിയപ്പം ഇങ്ങനെ ഇംഗ്ലീഷിലും കൂടി ഏരീസ് ടോറസ് എന്നൊക്കെ പറഞ്ഞ് ഇംഗ്ലീഷും കൂടി മാർക്ക് ചെയ്തു. ഉത്രട്ടാതിയിലാണെന്ന് പറയുമ്പോൾ ചന്ദ്രൻ എവിടെയാന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. വൃശ്ചികമാസം ഇന്നത്തെ 14-ാം തീയതിയാണ്. അപ്പോൾ വൃശ്ചികത്തിൽ സൂര്യനെ മാർക്ക് ചെയ്യും. ഇനി നമ്മൾ കുട്ടി ജനിച്ചത് എത്ര മണിക്കാണ്? 12 മണി 1 മിനിറ്റാണ്. 12 മണി 1 മിനിറ്റ്. അപ്പോൾ നമ്മളെന്താ എഴുതണം? ഉദയം മുതൽ ജനനം വരെ ജന്മസമയം എഴുതിക്കോ. ഉദയം മുതൽ ഉദയം എത്രയാണ്? 6:03 പറഞ്ഞു. അതേപോലെ ജനനം വരെ ജന്മസമയം 12 മണി 1 മിനിറ്റ്. 12 1 മിനിറ്റ് മൈനസ് 6:3 എന്താ? 6 മണി 3 മിനിറ്റ്. 6:03 മിനിറ്റ് അല്ലേ ഉദയം? പഞ്ചായത്തിൽ ചെറിയ 6:30. 6:30 6:03 ഉള്ളു പറഞ്ഞു. അത് പഞ്ചായത്ത് പറഞ്ഞാൽ വ്യത്യാസമുണ്ട്. സോറി കേട്ടോ, ഞാൻ ഇദ്ദേഹത്തിന്റെ ജാതകം എടുക്കാം. പക്ഷേ 6:26. അത് ചെറിയ ഡിഫറൻസ് ഉണ്ടാവും, മാറ്റണം. അതൊക്കെ നമുക്ക് 6:29 എടുക്കാം. 6:29 ഉദയം 6:29. കുട്ടി ജനിച്ചത് 12 മണി 1 മിനിറ്റ്. 6:29 കുറയ്ക്കണം. 12 1 6:29 കുറയ്ക്കണം. അപ്പോൾ 61 29 കുറയ്ക്കണം. എന്നാലും എത്രയാ? 11 അല്ലേ? 32. 5 മണിക്കൂർ 32 മിനിറ്റ്. 5 മണിക്കൂർ 32 മിനിറ്റ്. കുട്ടി ജനിച്ചത് 5 മണിക്കൂർ 32 മിനിറ്റ്. അതെങ്ങനെയാ കിട്ടിയത് മനസ്സിലായോ? കുട്ടി ജനിച്ച സമയം 12 മണി 1 മിനിറ്റാണ്. 12 മണിക്ക് 1 മിനിറ്റിൽ നിന്ന് ഇന്നത്തെ ഉദയം കുറച്ചു. ഉദയം എന്ന് പറഞ്ഞാൽ 6:29. അപ്പോൾ നമുക്ക് 5 മണിക്കൂർ 32 മിനിറ്റാണ് നമുക്ക് കിട്ടിയത്. 5 മണിക്കൂർ 32 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന് നമുക്ക് ഇന്ന് 14-ാം തീയതി നോക്കണം അല്ലേ? ഇന്ന് എത്ര വൃശ്ചികം എത്ര ഉണ്ടെന്ന് നോക്കാം. വൃശ്ചികം 14-ാം തീയതി ഉദയാൽപുരം എത്രയുണ്ട് സമയം നോക്കണം. പഞ്ചാംഗം എടുക്കാറ് പേജ് നമ്പർ 49. ഇതിന് 2 മിനിറ്റ്. 3 നാഴിക 2 വിനാഴി. 14-ാം തീയതി ഉദയാൽപുരം 3 നാഴിക 2 വിനാഴിക. എത്ര മണിക്കൂറാണെന്ന് നമുക്കറിയണ്ടേ? 14-ന്
3 നാഴിക 2 വിനാഴിക. അതെത്രയാണ്? മണിക്കൂർ മിനിറ്റാക്കുക. 3 നാഴിക മണിക്കൂർ മിനിറ്റാക്കുക. 2 വിനാഴിക ഈസ് ഈക്വൽ ടു 2.5 നാഴിക ഈസ് ഈക്വൽ ടു 1 മണിക്കൂർ. അരനാഴിക 12. 1 മണിക്കൂർ 25 വിനാഴിക. 1 മണിക്കൂർ 25 മിനിറ്റ് 25 കിട്ടുമോ അല്ലേ? 2 വിനാഴിക 12. 3 നാഴികയല്ലേ? 3 നാഴിക 2 നാഴിക ഈക്വൽ ടു 1 മണിക്കൂർ. പിന്നെ അരനാഴിക 12 മിനിറ്റ്. 12 മിനിറ്റ് സോറി. 13 മിനിറ്റ്. 2 വിനാഴിക 1 മിനിറ്റ്. 13 മിനിറ്റ്. 13 മിനിറ്റ്. 1 മണിക്കൂർ 13 മിനിറ്റ്. 1 മണിക്കൂർ 13 മിനിറ്റ് വരെ വൃശ്ചികൻ രാശിയുണ്ട് അല്ലേ? വൃശ്ചികൻ രാശി ഇനി നമുക്ക് കുറച്ച് തുടങ്ങാം. കുറച്ച് തുടങ്ങാം. നമ്മൾ 12 മണിന്ന് 12 മണി 1 മിനിറ്റിനകത്തുനിന്ന് 1. അത് സാറേ ഇതെന്ന് കുറച്ചാൽ പോരെ? 5 മണി 32 മിനിറ്റ് എന്നല്ലേ കുറയ്ക്കുന്നത്? 5 മണി 5 മണി 32 മിനിറ്റ്. 32 മിനിറ്റിൽ നിന്ന് 1:13 കുറയ്ക്കാം. ആദ്യം വൃശ്ചികം കുറച്ചു. വൃശ്ചികം 2-3 പോയില്ല. 12-3 പോയാൽ 9-3 12. പിന്നെ 4-1 പോയാൽ 5-1 പോയാൽ 4. 4-9 അല്ലേ? 4-19 4-19 മണിക്കൂർ പിന്നെയും ബാക്കി വന്നു. അപ്പോൾ വൃശ്ചികം കഴിഞ്ഞ അടുത്തത് ഏതാ? ധനു. ധനു എത്ര മണിക്കൂറാ? 2 അവറും 2 മണിക്കൂർ 9 മിനിറ്റും. 9 മിനിറ്റ്. 19-9 പോയാൽ 10. 4 മിനിറ്റ് 2:10. പിന്നെ 2:10 ബാക്കി വന്നു. പിന്നെ അടുത്തത് ശരിയാണല്ലേ? മകരം എത്രയാ? 1:56. ഇത്രയല്ലേ ഉള്ളൂ? 14 മിനിറ്റ്. 14 മിനിറ്റ്. 14 മിനിറ്റ്. ഇനി ഈ 14 മിനിറ്റിൽ നിന്ന് കുംഭം കുറയ്ക്കാൻ പറ്റുമോ? അപ്പം എവിടെയാണ് ലഗ്നം വന്ന് നിൽക്കണേ? ഇവിടെ അല്ലേ? അപ്പൊ ലഗ്നം നമ്മൾ കണ്ടു. കുംഭ ലഗ്നം. സംശയമുണ്ടോ? കുംഭത്തിൽ നമ്മൾ 14 മിനിറ്റ് സഞ്ചരിച്ച സമയത്താണ് കുട്ടി ജനിക്കുന്നത്. കുംഭരാശിയിൽ 14 മിനിറ്റ് സഞ്ചരിച്ചത്. നമ്മൾ നേരത്തെ ചെയ്ത 30 ഇൻറ്റു ഇവിടെ നമ്മൾ പഴയ പോലെ ചെയ്യും. കുംഭം എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറും 45 മിനിറ്റും. അതിനാണ് 30 ഡിഗ്രി അല്ലേ? 1:45 ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി. അപ്പോഴങ്ങനെയാണെങ്കിൽ 30 ഡിവൈഡഡ് ബൈ 1 അല്ലേ? അതെ 1:60. 1:45 ഇൻറ്റു 14. ഇല്ല 14 അത് വരും. 14 മിനിറ്റ് സഞ്ചരിച്ച ദൂരം കാണണമെങ്കിൽ ഇതിന് 14 മിനിറ്റ് കാണിക്കാം. അതെ 105 വരും. എത്ര കിട്ടി? എത്ര സാറേ? 520 ഡിവൈഡ് ബൈ 105. 420 കിട്ടിയ ഡിവൈഡഡ് ബൈ 420. 60 1 × 60 45. 95. 4 കിട്ടിയത്? എൻ്റെ അർത്ഥം എന്താ? 4 എന്ന് പറഞ്ഞാൽ 30 × 14 4 ഡിഗ്രി അല്ലേ വരിക? യെസ്
അതെന്താ 4 ഡിഗ്രി എന്ന് പറഞ്ഞാൽ? ഇതല്ലേ കുംഭത്തിലല്ലേ? കുംഭത്തിൽ 4 ഡിഗ്രിയിലാണ്. അപ്പോൾ കുംഭത്തിൽ ഏതൊക്കെ നക്ഷത്രമുണ്ട്? അല്ലേ? ആ അപ്പോൾ ഇത് 4 ഡിഗ്രി ആകുമ്പം എവിടെ വരും? അവിട്ടത്തിൽ എവിടെ വരും? ഇവിടെ മൂലം, പൂരാടം, ഉത്രാടം, കാല് അല്ലേ? ഉത്രാടം മുക്കാല്, തിരുവോണം, അവിട്ടത്ത് അര അല്ലേ? അവിട്ടം 4-ാം പാദം വരും കേട്ടോ. കാര്യം അവിട്ടത്തിന്റെ 3-ാം പാദവും 4-ാം പാദവും ഇവിടെ കേട്ടോ. അവിട്ടം 4-ാം പാദം. അവിട്ടം 4-ാം പാദത്തിലാണ് നമ്മളുടെ ലഗ്നം നഷ്ടപ്പെടുന്നത്. ലഗ്നസ്ഫുടം 4 ഡിഗ്രി എന്ന് പറയുന്നത് എന്തെഴുതും നമ്മൾ? എത്ര എസ് എഴുതും? എത്ര എസ് എഴുതും? 10 എസ്. ഇത് 10 രാശി കഴിഞ്ഞില്ലേ? 10 രാശി കഴിഞ്ഞ് 11-ാമത്തെ രാശിയിൽ 10 എസ് 4 ഡിഗ്രി 0 മിനിറ്റ് 0 മിനിറ്റ്. 10 എസ് 4 ഡിഗ്രി 0 മിനിറ്റ്. അതായത് 10 രാശി 4 ഭാഗ 0 കല. ഓക്കെ. ആണോ? ഞാൻ കണ്ടിട്ടില്ല. അവിടെ 10 രാശി 4 ഭാഗ 0 കല. അതെ അതെ, ക്ലാസിക്കൽ ലാംഗ്വേജ് പറഞ്ഞതാണ്. ഡിഗ്രി മിനിറ്റിനെ ഭാഗ കല എന്നാണ് പറയാറ്. കാര്യം പിന്നീട് അത് എവിടെയെങ്കിലും കേൾക്കുമ്പോൾ കൺഫ്യൂഷൻ ആവരുത്. നമ്മൾ ഡിഗ്രി മിനിറ്റ് ആണല്ലോ, ഇവിടെ എന്താ ഭാഗ കല? നമ്മൾ കുറച്ചുകൂടി മോഡേണായിട്ട് ലേറ്റസ്റ്റ് ആണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ പഴയ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. അറിഞ്ഞിരിക്കണമല്ലോ, അല്ലെങ്കിൽ അറിഞ്ഞിരിക്കണം. പ്ലൂട്ടോയാ? അതൊക്കെ വെസ്റ്റേൺ ആസ്ട്രോളജിയിൽ മാത്രമേ ഉള്ളൂ. ആ, പ്ലൂട്ടോയും നെപ്റ്റ്യൂണൊക്കെ അവർ വെസ്റ്റേൺ ആസ്ട്രോളജിയിൽ എടുക്കുന്നുണ്ട്. നമ്മൾ വേദിക് ആസ്ട്രോളജിയിൽ പ്ലൂട്ടോയും നെപ്റ്റ്യൂണൊന്നും എടുക്കുന്നില്ല. വേദിക് ആസ്ട്രോളജിയിൽ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പ്ലാനറ്റുകളാണ് എടുക്കുന്നത്. അത് എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പിണ്ഡത്തിൻ്റെയും ദൂരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, അത് നൈസർഗിക ബലം പറയും, ഓരോ പ്ലാനറ്റുകളുടെ നൈസർഗിക ബലം. അപ്പോൾ ആ നൈസർഗിക ബലം നിശ്ചയിച്ചിരിക്കുന്നത് പ്ലാനറ്റിൻ്റെ പിണ്ഡം, ഭൂമിയിൽ നിന്നുള്ള ദൂരം, ഇതിനെ നിശ്ചയിച്ചാണ് നൈസർഗിക ബലം പറയുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും പ്ലാനറ്റുകൾ എടുക്കുന്നുള്ളൂ. ശനിയിൽ നമ്മൾ അവസാനിപ്പിക്കുന്നു. എന്തോ കേട്ടില്ല? ആ, തെറ്റിപ്പോയത്. അല്ല, ഞാൻ നിങ്ങൾ പറയുന്നതായിട്ട് എഴുതുന്നേ ഉള്ളൂ. തെറ്റിയാ? 420 ഇത് 420 ആക്കാം. പ്രശ്നം ശരിയാണ്, കറക്റ്റാണ്. 100 എന്നാലും ശരിയാണ്, കറക്റ്റാണ്, ശരിയാണ്. ഫൈനൽ ആൻസർ. ഇത് മനസ്സിലായില്ലേ? ഇത് മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയുള്ളത്, അപ്പം നമ്മൾ എന്ത് ലഗ്നസ്ഫുടം കണ്ടുപിടിച്ചു. ഇതേപോലെ തന്നെ ബാക്കി ഗ്രഹങ്ങളുടെ സ്ഫുടവും കണ്ടുപിടിക്കണം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് അടുത്ത ക്ലാസ്സിൽ ബാക്കി ഗ്രഹങ്ങളുടെ സ്ഫുടം കണ്ടുപിടിക്കുന്നതാണ്. പക്ഷെ നമ്മളിപ്പോഴും ലഗ്നസ്ഫുടം തന്നെയാണ് കണ്ടുപിടിച്ചത്. അതെ, പക്ഷെ ഇത് ഉറച്ച അടുത്ത എളുപ്പമാണ്, വളരെ എളുപ്പം. അതിനുശേഷം ഉദയം എടുത്തു. ഉദയം അതിന്ന് സൂര്യന്റെ ഉദയത്തിൽ നിന്ന് ജനറൽ പറയുമ്പോൾ എത്ര ഡ്യൂറേഷൻ പാസ് ചെയ്യുന്നതാണ് കിട്ടും. അത് കഴിഞ്ഞിട്ട് പിന്നെന്താ ചെയ്യേണ്ടത്? അതിൽ ഇത് കൊടുത്തിട്ടുണ്ട്, എത്ര ഡ്യൂറേഷൻ ഉണ്ടെന്നും കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഉദയം തൊട്ട് ഓരോ രാശികളും കുറയ്ക്കണം. ഉദയത്തിൽ ഏത് രാശി വരും നമുക്കറിയാമല്ലോ. അത് എത്ര നേരം ഉണ്ടെന്ന് നോക്കണം, എത്ര മണിക്കൂറുണ്ടെന്ന് നോക്കണം, അത് കുറയ്ക്കണം.
ആ രാശിക്ക് ശേഷം അടുത്ത് വരുന്ന രാശി ഏതാണെന്ന് നമുക്കറിയാം. അത് എത്ര മണിക്കൂറുണ്ടെന്ന് നോക്കണം. അതങ്ങനെ കുറച്ച് പോകണം. ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എത്തുമ്പോൾ നമുക്ക് കുറയ്ക്കാൻ പറ്റാണ്ടാവും. അതിൻ്റെ അർത്ഥം ആ രാശിയുടെ ഉള്ളിലാണ് ലഗ്നം നിൽക്കുന്നതെന്നാണ്. ഓക്കെ, അങ്ങനെ ഒരു ഹോംവർക്ക് എഴുതിയെടുക്കുക. ഡിസംബർ മാസം 7-ാം തീയതി അടുത്ത ഞായറാഴ്ച അല്ലേ? 2025 ഡിസംബർ മാസം 7-ാം തീയതി എത്ര മണിക്കാണ് ജനിക്കണ്ടേ? ഇത് പറഞ്ഞോളൂ. രാവിലെ ഏർലി പോണേ. അപ്പൊ 20 പണി കൊടുത്തതല്ലേ? അതെല്ലാം ഉണ്ട്. അപ്പൊ 2025 ഡിസംബർ മാസം 7-ാം തീയതി, അതായത് 8-ാം തീയതി അതിരാവിലെ. 8-ാം തീയതി അതിരാവിലെ ഡിസംബർ 8. 7-ാം തീയതി രാത്രി 12 മണി കഴിഞ്ഞ് 8-ാം തീയതി. അതുവരെ കൺഫ്യൂഷനാണ്. അതൊരു കൺഫ്യൂഷൻ. ഇത് തന്നെ നിങ്ങൾ കണ്ടുപിടിക്കല്ലോ. അത് പറയണ്ടായിരുന്നു. നല്ല പണി അത് പറയണ്ടായിരുന്നു അല്ലേ? അത് 7-ാം തീയതി ആ സംഭവം പറയണ്ടായിരുന്നു. 1 മണി എന്ന് പറയുമ്പോൾ അടുത്ത ദിവസത്തിലോട്ട് ആണെന്നുള്ളത് പറയണ്ടായിരുന്നു. 7 മണി. 7-ാം തീയതി രാത്രി 12 മണി കഴിഞ്ഞ 7-ാം തീയതി. 7-ാം തീയതി. അപ്പൊ അത് തലേദിവസത്തെ ഇപ്പൊ ഫോട്ടോ എഴുതിയേ. 7 ഡിസംബർ 7-ാം തീയതി 11 മണിയായി. 1 AM ആയിക്കൂടെ? ഡിസംബർ 7-ാം തീയതി 1 AM എന്ന് പറഞ്ഞാൽ ഡിസംബർ 8-ാം തീയതി 1 AM. അല്ല 7-ാം തീയതി നമ്മൾ ഉദയം മുതൽ ഉദയം വരെ അല്ലേ? ഉദയം മുതൽ ഉദയം വരെ അല്ലേ? 7-ാം തീയതി തന്നെ. അതെ അതെ അതെ. കാര്യം പറയാം, നമ്മുടെ പഴയ മെത്തേഡിനെക്കാളും പുതിയ മെത്തേഡ് പഠിച്ചത് 24 hours വെച്ച് പഠിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ തെറ്റിപ്പോകും. കാരണം ഇനി ഇത് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവരും കമ്പ്യൂട്ടർ നോക്കിയിട്ടാണ് ചെയ്യാം. പുതിയ നോക്കിയിട്ടല്ല ചെയ്യുന്നത്. അന്നത്തെ സൂര്യോദയം 7-ാം തീയതി അല്ലേ നോക്കേണ്ടതുണ്ടായിരുന്നു? അതെ അതെ. പറ്റുമെങ്കിൽ ഈ സമയമൊന്നും മാറില്ല. 5:45, 6 അതൊക്കെ അവിടെ പറഞ്ഞത് ഇപ്പഴേ പറ്റുന്നില്ല. 7-ാം തീയതി രാത്രി 11 മണി ആയിക്കോട്ടെ, 1 മണി ആയിക്കോട്ടെ. 6-ാം തീയതി രാത്രി. 6-ാം തീയതി രാത്രി. വൃശ്ചികമല്ലേ? ഒരു മിനിറ്റ് ഒറ്റ മിനിറ്റ്. വൃശ്ചികം എത്രാം തീയതി സാറേ? അത് ഡിസംബർ മാസം 7-ാം തീയതി. എന്ന് പറഞ്ഞാൽ 21-ാം തീയതിയാണ്. 21-ാണ്. എത്ര മണിക്കൂറുണ്ട് വൃശ്ചികം? ആകെ എത്ര മണിക്കൂറുണ്ട് വൃശ്ചികം? രാശിമാനം ഇപ്പം നമ്മൾ പഠിച്ച വൃശ്ചിക രാശിമാനം നമ്മുടെ നോട്ടിലുണ്ട്. രാശിമാനം ഇപ്പം മായും പോയി. അത് 5:27, 5.5 മണിക്കൂറുണ്ട്. ഞാൻ മണിക്കൂർ വെച്ചോ? മണിക്കൂർ പറഞ്ഞ മണിക്കൂർ 2 മണിക്കൂറും 11 മിനിറ്റും അല്ലേ? അതായത് 2 മണിക്കൂറും 11 മിനിറ്റും. 2 മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 180 മിനിറ്റ് അല്ലേ? 11 മിനിറ്റ് അല്ലേ? 120 മിനിറ്റ് അല്ലേ? അല്ല, ഇത് ഞാൻ പറഞ്ഞ ഉദ്ദേശം എന്താ അറിയോ? ഇത് വളരെ സിമ്പിൾ ആയിട്ട്, അതായത് 21-ാം തീയതി ആയി. അപ്പൊ 21 ഡിഗ്രി ഓൾറെഡി ട്രാവൽ ചെയ്തു അല്ലേ? ബാക്കി ആണോ? ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ. അതായത് ലഗ്നം ഏകദേശം എവിടെ വരുമെന്ന്, ഇവിടെ അല്ലേ സൂര്യൻ ഉദിച്ചത് അല്ലേ? ഏകദേശം നമുക്ക് ഒരു മണിക്കൂർ വല്ല 1 മണിക്കൂർ കിട്ടില്ല. 2 മണിക്കൂറാണ് ആകെ ഉള്ളത്. അപ്പോൾ ഒരു 10-40 മിനിറ്റ് കിട്ടുമായിരിക്കും ഈ ദിവസം.
6:30 21,000. 21 അതെ എത്ര മിനിറ്റ് 80 മിനിറ്റ് ആ ബാക്കി എത്ര മിനിറ്റ് ഉണ്ട് ആ 1 മണിക്കൂർ ഉണ്ടാവും ആ ഇവിടെ ഏകദേശം 1 മണിക്കൂറേ വൃശ്ചികം കിട്ടുള്ളൂ നമുക്ക് അല്ലേ പിന്നത്തെ 2 മണിക്കൂർ ഇവിടെ പോകില്ലേ അതായത് ഉദയം കഴിഞ്ഞപ്പോൾ 6:30 വിചാരിക്കുക അപ്പോൾ 7:30 8:30 6 to 7:30 വരെ ഇവിടെ പോവും 8:30 9:30 വരെ ഇവിടെ പോവും 10:30 11:30 വരെ ഇവിടെ പോവും 1:30 വരെ ഇവിടെ പോവും 3:30 വരെ ഇവിടെ പോവും 5:30 വരെ ഇവിടെ പോവും 7:30 വരെ ഇവിടെ പോവും 9:30 വരെ ഇവിടെ പോവും 11:30 വരെ ഇവിടെ പോവും 12:30 1:30 വരെ ഇവിടെ വരും ഇവിടെ വരില്ലേ ചിങ്ങത്ത് കയറില്ലേ അപ്പോൾ ലഗ്നം ഇത് ഏകദേശം കണക്കാണ് നമ്മൾ കൃത്യമായിട്ടല്ല ലഗ്നം ഏകദേശം ഇവിടെ വരും ഏകദേശം അല്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ പെട്ടെന്ന് ഏകദേശം അതാ നോക്കി കണക്ട് ചെയ്ത് കണക്ക് നോക്കണം അല്ലേ എന്നാലാണ് 7-ാം തീയതി അല്ലല്ല 7-ാം തീയതി ശരി അതെ 6-ാം തീയതി എടുക്കണം അതെ ശരിയാണ് ഞാൻ പറഞ്ഞത് തെറ്റാണ് നമ്മൾ എടുത്താൽ മതി ഈ എടുക്കണ മാറിപ്പോയാൽ ഇതേ ഉള്ളൂ ആ മണിക്കൂർ നോക്കിയാൽ മതി ഏകദേശം അവിടെ വരുന്നേ ഉള്ളൂ 7-ാം തീയതി രാത്രി 1 മണിയല്ലേ പറഞ്ഞേക്കുന്നത് അപ്പൊ ഡിസംബർ ഒരു കാര്യം ചെയ്യും നിങ്ങളെ ഇത് ചെയ്താൽ മതി കൺഫ്യൂഷൻ അതെ ഇത് ചെയ്താൽ മതി 7-ാം തീയതി രാത്രി സോഫ്റ്റ് ആട്ടോ നമ്മള് പഠിക്കുമ്പോ ഇതിലും വലിയ പണി തരുമ്പോ നമ്മൾ സ്വീകരിച്ചിട്ട് നിങ്ങള് വാദ്യാരെ ഇപ്പൊ സുഖമായിട്ട് അപ്പം അങ്ങനെ ചെയ്യാം ഓക്കെ അപ്പൊ നമുക്കൊരു ഡിസ്കഷൻ ആവാം നമ്മളെ രണ്ടാളും പഴയ പോയി നമ്മുടെ ഡിസ്കഷൻ നമുക്ക് എടുക്കാം ഇതിലെടുക്കാം എല്ലാവരും പരിചയപ്പെടുത്തി കൂടി വരട്ടെ ഇവിടെ ലൈറ്റ് ഒരു പ്രശ്നമാണ് നമുക്കൊരു കാര്യം ചെയ്യാം മിഥുനാണ് പഴയ കാഴ്ചയിൽ പഠിച്ച ആളാണ് നമ്മളെ ക്ലാസ്സിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരുന്ന മാതിരി വരുന്ന ഒരാളാണ് മൂവാക്കി പറഞ്ഞോളൂ. എൻ്റെ പേര് മിഥുൻ എന്നാണ്. ഞാൻ ഇവിടെ ഇപ്പം ഈ ബാച്ചിൽ ആരെയും പരിചയപ്പെട്ടിട്ടില്ല. ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന ബാച്ചിൽ അതിന് മുമ്പായിരുന്നല്ലേ നമ്മുടെ ശ്രീഷ അല്ലേ? അപ്പോൾ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ജ്യോതിഷം പഠിക്കാനായിട്ട് ഓരോ കഥ പറയാനുണ്ടായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കും ഉണ്ടായിരുന്നു ഇത് ഒരു ജീവിതത്തിലൊരു നിയോഗം, അല്ലെങ്കിൽ ഇതേക്കുറിച്ച് ഒരു പക്ഷേ ചെറുപ്പം മുതലേ ഇതിനോടുള്ള ആ ഒരു എനർജി നമ്മളിലുണ്ടായിരിക്കാം. പക്ഷേ ലൈഫിലൊരു പോയിന്റിലായിരിക്കും നമ്മളത് റിയലൈസ് ചെയ്യുന്നത് ഇതായിരുന്നു ഇതിൻ്റെ പുറകിൽ. അതുവരെ നമുക്കറിയില്ല, നമ്മൾ വി ആർ കൺഫ്യൂസ്ഡ്. അപ്പം കോളേജിൽ ഇങ്ങനെ അധ്യാപകനായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് യാദൃശ്ചികമായിട്ടൊരു പത്രത്തിൽ പരസ്യം കാണുകയുണ്ട്. എൻ്റെ മദറാണ് കണ്ടത്. അപ്പോൾ അത് ഞാനും ടേക്കപ്പ് ചെയ്തു. ആള് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടത്തിലാണ്. ഞാൻ ബേസിക്കലി ഞാനൊരു ക്രിസ്ത്യൻ ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെറുപ്പത്തിൽ ഈ ചുട്ടയിലെ ശീലം ചുടല വരെ നമ്മൾ ചില കാര്യത്തിലെങ്കിലും വ്യത്യാസമുണ്ട്. അത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ചില വിശ്വാസങ്ങൾ നേരത്തെ നമ്മൾ പഠിപ്പിച്ചത് ചിലപ്പോൾ ശരിയായിരുന്നിരിക്കില്ല, അല്ലെങ്കിൽ പഠിപ്പിച്ചവരുടെ വിശ്വാസത്തിന്മേൽ വെച്ചിട്ടുള്ള പഠിപ്പീരായിരിക്കും എന്ന വാട്ട് എവർ ഇറ്റ് ഈസ്. അതായത് നിഗൂഢശാസ്ത്രത്തെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയാൻ പോകണ്ട എന്നുള്ളതാണ് ചെറുപ്പത്തിൽ നമ്മൾ മനസ്സിലാക്കി വന്നിട്ടുള്ളത്. അത് പക്ഷേ അതങ്ങനെയല്ല. ഇതിനൊക്കെ കാരണം യേശുക്രിസ്തു ഒരു ആശാരിയുടെ മകനാണ്.
വാസ്തുശാസ്ത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാതെ അദ്ദേഹത്തിന് നല്ലൊരു വീട് പണിയാൻ സാധിക്കില്ല. അപ്പോൾ അന്നും അതേക്കുറിച്ചുള്ള ഒരു ഈ പഞ്ചഭൂതങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ ഇതിനെല്ലാം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തമായ കാഴ്ചപ്പാടുള്ള ഒരാളുടെ അനുയായിയാണെങ്കിൽ എനിക്കും ഇതേക്കുറിച്ചൊക്കെ പഠിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ടെന്ന് മനസ്സിൽ തോന്നുകയും അതിന് നിയോഗം എന്ന് പറയുന്നത് നമ്മുടെ ഗുരുനാഥനാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തിനു വേണ്ടി ഒരു ഉദ്യമത്തിന് ഇറങ്ങിയാലും അത് പൂർത്തീകരിക്കാനായിട്ട് നമുക്ക് അവിടെ നിന്ന് ഒരു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആക്ഷൻ വന്നാലേ, കാരണം ഞാൻ എന്താഗ്രഹിച്ച് ഇവിടെ വന്നോ അതേ തലത്തിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്പ്യാർ സാറിനെ പോലെ ഒരു അധ്യാപകന് കിട്ടിയതുകൊണ്ട് മാത്രം കംപ്ലീറ്റ് ചെയ്ത ഒരു കോഴ്സായിരുന്നു. അല്ലെങ്കിൽ കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം മടി കൂടുതലുള്ള ഒരു പ്രകൃതക്കാരനായിട്ടും മൂവാറ്റുപുഴയിൽ നിന്ന് അത് അജയൻ ചേട്ടന് അറിയാം. കാരണം ഞങ്ങൾ സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിൻ്റെ ഒരു ബന്ധം ഞങ്ങൾ കൂട്ടി ഉറപ്പിച്ചത്. അത് ഭാവിയിൽ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ ക്യൂരിയോസിറ്റി. തൃക്കേട്ട നക്ഷത്രക്കാരനാണ്, ബുധൻ്റെ രാശിയിലാണ് തുടക്കം. അപ്പോൾ അറിയാനുള്ള ആഗ്രഹം കൂടുതലുള്ളത് പൊതുവേ നേച്ചറിലുള്ളത് കൊണ്ടും അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ട് അതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയി. പക്ഷേ എൻ്റെ തുടക്കത്തിൽ എന്നെക്കുറിച്ചുള്ള പഴയ കാര്യങ്ങളും ഇനി എന്താവും എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി ബേസിക് ലെവലിൽ വന്നെങ്കിലും വിദ്യാഭ്യാസ മേഖല ആയതുകൊണ്ട് ഞാൻ ഇവിടെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഞാൻ സാമ്പിളിങ് ചെയ്യുമായിരുന്നു. കൂടെ ഉള്ള കുട്ടികളുടെ ജ്യോതിഷം 2 രൂപ ദക്ഷിണ വാങ്ങിയിട്ട് ഇവരുടെ എല്ലാം ക്ലാസ് ഇൻചാർജ് ആയിരിക്കുന്ന ക്ലാസ്സിലെ എല്ലാവരുടെയും ഒരുവിധപ്പെട്ടവരെയൊക്കെ നോക്കി. അപ്പോൾ ഇതിൻ്റെ പ്രാക്ടിക്കൽ വശങ്ങൾ ഇങ്ങനെ പിറ്റേ ദിവസം ഇതുപോലെ തന്നെ 10:30 ആകുമ്പോൾ ക്ലാസ് തുടങ്ങുന്നത് 11 മണിക്കാണെങ്കിലും 10:30 മിക്കപ്പോഴും വന്ന് സാറിൻ്റെ അടുത്ത് സംശയങ്ങൾ ചോദിക്കുകയും അങ്ങനെ തുടങ്ങിയൊരു കാര്യം ശരിക്കും ഇപ്പോൾ ആസ്ട്രോടോക്കിലൊരു ആസ്ട്രോളജറായിട്ട് വർക്ക് ചെയ്യുന്നത് അതും സാറും സിമീഷും കൂടി തന്നെയാണ് ഹെൽപ്പ് ചെയ്തത്. ഞാൻ ശബരിമല പോയി വന്ന സമയത്താണ് എൻ്റെ ഡീറ്റെയിൽസൊക്കെ ചോദിക്കുന്നത്. കാരണം എൻക്വയറി ഇങ്ങോട്ട് വന്നതാണ്. ഇങ്ങനെ ആ സമയത്ത് ആസ്ട്രോടോക്ക് തുടങ്ങുന്നേ ഉള്ളൂ. സൗത്തിൽ നിന്നുള്ള ആസ്ട്രോളജേഴ്സ് ഒരുപാടില്ല, വളരെ കുറവായിരുന്നു. അപ്പോൾ ഡിമാൻഡ് ഇങ്ങോട്ടായിരുന്നു. ആ സമയത്ത് അതിനകത്ത് കയറാൻ പറ്റിയെന്നുള്ളത് വലിയൊരു ഭാഗ്യം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളത് കാര്യം ഫൈനാൻഷ്യലി നല്ല രീതിയിൽ ആ ഒരു പ്ലാറ്റ്ഫോം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ചെയ്യുന്നത് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളത് അവരുടെ ഫീഡ്ബാക്കിൽ നമ്മൾ മനസ്സിലാക്കുന്നു. ക്ലയൻറ്റിൻ്റെ റീറ്റെയിനിങ്, അതായത് ഒരാൾ തന്നെ പലപ്പോഴും നമ്മുടെ അടുത്തേക്ക് വരുമ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മൾ പറയുന്നത് അവർക്ക് ഏതൊക്കെയോ തലത്തിൽ കണക്റ്റ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് അറ്റ്ലീസ്റ്റ് ആ ടൈം അവർക്ക് ഫ്രൂട്ട്ഫുള്ളാണ്. അപ്പോൾ ഇതുകൊണ്ട് ഇതിനകത്ത് ഒരുപാട് മിത്തുകളും ഇതിനകത്ത് പെട്ട ആളുകൾ പല രീതിയിൽ ഇതിനെ മണി മൈൻഡായിട്ട് മാത്രമാക്കിയതുകൊണ്ട് ആസ്ട്രോടോക്കിൽ തന്നെ ഇപ്പോൾ പലപ്പോഴും ആളുകൾ അതിൻ്റെ മെയിനായിട്ടുള്ള ആൾക്കാർ പറയുന്നു ഇതിനെ നിങ്ങൾ വളരെ ഒരു എത്തിക്കൽ ആയിട്ട് സ്പിരിച്വൽ ഹീലിങ്ങിനെ കൗൺസിലിങ്ങിനെ എടുക്കുക. അതല്ല എങ്കിൽ ഇന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് കുറച്ച് പൈസ വരും, പക്ഷെ നാളെ ഒറ്റ പൈസ ഇല്ലാത്ത അവസ്ഥ. സോ ഇതൊരു സ്റ്റഡി പ്രോസസ്സായിട്ട് പോയാൽ നിങ്ങളുടെ കാര്യവും നടക്കും, വന്നവൻ്റെ കാര്യം നടക്കും. ഈ പറയുന്ന എന്താ സ്വർണ്ണമുട്ട ഇടുന്ന താറാവിനെ കൊല്ലുന്ന പ്രകൃതക്കാരാണ് ജ്യോതിഷികളെങ്കിൽ നിങ്ങൾക്ക് ഒരു നേരം അല്ലെങ്കിൽ കുറച്ച് കാലത്തേക്ക് അരി മേടിക്കാനുള്ള കാര്യമുണ്ടാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശുദ്ധ പട്ടിണിയായിരിക്കും. അപ്പോൾ ഇതേക്കുറിച്ച് ഞാൻ എന്തുകൊണ്ട് ഇത് നിങ്ങളോട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിച്ചാൽ